وبركاته. بسم الله. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد فإن خير الكلام كلام الله وأحسن الحديث حديث محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ഏറെ ബഹുമാനമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീന് പഠിക്കാൻ വേണ്ടി വിവിധ സ്ഥലങ്ങളിൽ നിന്നും യാത്ര ചെയ്ത് വന്ന ആളുകൾ കൂട്ടത്തിലുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത്തരത്തിൽ ദീൻ പഠിക്കാൻ വേണ്ടി പരിശ്രമിച്ച ആളുകൾക്ക് നൽകിയൊരു സന്തോഷ വാർത്ത അറിയിച്ചുകൊണ്ട് ഈ ക്ലാസ് ആരംഭിക്കാം. അവിടുന്ന് പറഞ്ഞു, മൻ സലക ത്വരീഖൻ യൽതമിസു ഫീഹി ഇൽമ സഹലല്ലാഹു ലഹു ബിഹി ത്വരീഖൻ ഇലൽ ജന്ന. ആരെങ്കിലും ദീൻ അന്വേഷിച്ചുകൊണ്ട് ദീൻ പഠിക്കുവാൻ വേണ്ടി ഒരു മാർഗത്തിലേക്ക് പ്രവേശിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിലേക്കുള്ള വഴിയും അവൻ എളുപ്പമാക്കി നൽകുമെന്നാണ്. സഹോദരങ്ങളെ, ദീൻ പഠിക്കുക, അല്ലാഹു തആലയുടെ ഖുർആനും ഹദീസും അതിൽ ഉൾക്കൊണ്ടിട്ടുള്ള ആശയങ്ങളും പഠിക്കുക വഴിയല്ലാതെ ഒരാൾക്കും സ്വർഗത്തിലേക്കുള്ള വഴി എളുപ്പമാകുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ അവിടുന്ന് ബാക്കി വെച്ചിട്ടുള്ള വിശ്വാസകാര്യങ്ങളാകട്ടെ, ആചാരങ്ങളാകട്ടെ, മറ്റ് അനുഷ്ഠാനങ്ങളാകട്ടെ, അതുപോലെ പ്രവർത്തിച്ചാലല്ലാതെ ഒരാൾക്കും അള്ളാഹുവിന്റെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുക എന്നുള്ളത് സാധിക്കുന്ന കാര്യമല്ല. അതുകൊണ്ട് തന്നെ ദീൻ പഠിക്കുക, അതിനുവേണ്ടി യാത്ര പുറപ്പെടുക, അതിനു വേണ്ടിയിട്ടുള്ള മജ്ലിസുകളിൽ ഒരുമിച്ച് കൂടുക, ഇതിനെല്ലാം വലിയ ശ്രേഷ്ഠതകളുണ്ട്. ഇതിന്റെ ഓരോന്നിനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് അറിയിച്ചു തന്നിട്ടുണ്ട്. നമ്മൾ നീയത്ത് നന്നാക്കുക എന്നുള്ളതാണ് ഈ ഇരിക്കുന്ന പ്രവർത്തനത്തിന്. ഇതിന് വ്യക്തമായ സുന്നത്തിന്റെ പിൻബലമുള്ള കാര്യമാണ്. സലഫുകൾ ഇങ്ങനെ നമുക്ക് കാണിച്ചു തന്നിട്ടുള്ള കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും സ്വഹാബത്ത് ഇങ്ങനെ ദീനിരുന്ന് പഠിച്ചിട്ടുണ്ട്. സ്വഹാബികളിൽ നിന്നും താബിഈങ്ങൾ ഇങ്ങനെ ദീനിരുന്ന് പഠിച്ചിട്ടുണ്ട്. അവരിൽ നിന്നും അവർക്ക് ശേഷമുള്ള ആളുകൾ ദീനിരുന്ന് പഠിച്ചിട്ടുണ്ട്. അങ്ങനെ തലമുറകൾ പഠിച്ചിട്ടാണ് സഹോദരങ്ങൾ ഈ ദീൻ ഇന്നുള്ള ഉലമാക്കളിൽ നിന്നും നമുക്കിത് പഠിക്കാൻ സാധിച്ചിട്ടുള്ളത്. ഇത് സുന്നത്തായ കാര്യമാണ്. അതിൽ നമുക്ക് ഇഖ്ലാസ് ഉണ്ടാകുക എന്നുള്ളതാണ് വളരെ പ്രധാനമായ കാര്യം. ഇഖ്ലാസ് എങ്ങനെയാണ് ഇൽമിന്റെ കാര്യത്തിൽ ഉണ്ടാകേണ്ടത്? ഒന്ന്, നമ്മളിലുള്ള ജഹലിനെ നീക്കുക. നമുക്കറിവില്ലാത്ത കാര്യമാണ്. മനുഷ്യന്റെ പ്രകൃതം വലൂമൻ ജഹൂല, അവൻ അക്രമിയാണ്, അങ്ങേയറ്റം വിവരം കെട്ടവനുമാണ്. പഠിച്ചാലല്ലാതെ അവന് നീതിയോടുകൂടി ജീവിക്കാനോ സത്യസന്ധന്മാരെ കൂടെ ഉൾപ്പെടാനോ സാധിക്കുകയില്ല. അതുകൊണ്ട് നമ്മളിലുള്ള ആ ജഹലി നീങ്ങാൻ വേണ്ടി നമ്മൾ നന്നാകണം, അള്ളാഹുവിനെ നന്നായി ഇബാദത്ത് ചെയ്യാൻ എനിക്ക് സാധിക്കണം എന്ന നീയത്ത് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകുക. അതോടൊപ്പം ഈ കേട്ട നല്ല കാര്യങ്ങൾ അത് മനസ്സിലാക്കി വെക്കുകയും സാധിക്കുന്നവർ അത് എഴുതി തന്നെ സൂക്ഷിക്കുകയും നമുക്ക് വേണ്ടപ്പെട്ട ആളുകളിലേക്ക് എത്തിക്കുകയും ചെയ്യുക എന്നുള്ളത് അതോടൊപ്പം ഉദ്ദേശിക്കേണ്ട വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ദീനിന്റെ മജ്ലിസിനും അതിനു വേണ്ടിയിട്ടുള്ള ത്യാഗങ്ങൾക്കുമെല്ലാം ഒരുപാട് വാഗ്ദാനങ്ങൾ നൽകിയിട്ടുണ്ട്. ആ കാര്യങ്ങളെല്ലാം അതുപോലെ ലഭിക്കുന്ന മഹാഭാഗ്യവാന്മാരിൽ നമ്മൾ ഓരോരുത്തരെയും, ഒരാളും ഇതിൽ നിന്ന് ഒഴിഞ്ഞു പോകാതെ ഓരോരുത്തരെയും അല്ലാഹു തആല അതിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ പാപങ്ങൾ അല്ലാഹു തആല ഈ ഒരു സാലിഹായ കർമ്മങ്ങൾ കൊണ്ട് അല്ലാഹു തആല വിട്ടുപുറത്തു മാപ്പാക്കി നൽകുമാറാകട്ടെ. സഹോദരങ്ങളെ,
നിങ്ങൾ മനസ്സിലാക്കിയതുപോലെ നമ്മളിവിടെ ഈ ഒരു മജ്ലിസിൽ മനസ്സിലാക്കാൻ വായിക്കാൻ ഉദ്ദേശിക്കുന്നത് ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാ എന്ന മഹാനായ പണ്ഡിതന്റെ അൽ ഉസൂലുസ് സിത്ത എന്ന ഒരു ചെറിയ കൃതിയാണ്, ഒരു ചെറിയ റിസാലയാണ്, ഒരു എഴുത്താണത് ഉസൂലുസ് സിത്ത എന്ന് പറയുന്നത്. വളരെ പ്രാധാന്യമുള്ള 6 അടിസ്ഥാനങ്ങളാണ് ഇതിൽ ചർച്ച ചെയ്യുന്നത്. നിങ്ങൾ കേട്ടിട്ടുള്ള പണ്ഡിതനാണ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാ. അദ്ദേഹത്തിന്റെ ഓരോ കൃതികൾ നിങ്ങൾ വായിച്ചു നോക്കിയാൽ, അതിന്റെ ആശയങ്ങൾ മനസ്സിലാക്കി നോക്കിയാൽ എത്രയാണ് അദ്ദേഹം എഴുതിയിട്ടുള്ളത്. ഈ ഉമ്മത്തിനോട് എത്ര വലിയ നസീഹത്താണ് അദ്ദേഹം കാണിച്ചിട്ടുള്ളത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ശരിയായ വിശ്വാസങ്ങളിലേക്ക് ആളുകളെ നയിക്കുന്നതിന് വേണ്ടിയിട്ട് എത്ര കൃതികളാണ് അദ്ദേഹം രചിച്ചിട്ടുള്ളത്. ഉസൂൽ സലാസ പോലെയുള്ള, ഖവായിദുൽ അർബഅ പോലെയുള്ള, കിതാബ് തൗഹീദ് എന്ന മനോഹരമായ ഗ്രന്ഥം. അങ്ങനെ ഈ ഉമ്മത്ത് തെറ്റുകളിലേക്ക് പോകുന്ന സമയത്ത് അവർക്ക് ശരിയായ വഴി സ്വീകരിക്കാൻ പാകമായ ഒരുപാട് ചെറുതും വലുതുമായ ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുള്ള മഹാനായ പണ്ഡിതനാണ് അദ്ദേഹം. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന്റെ ഖബർ വിശാലമാക്കുകയും നാളെ നമ്മയും അദ്ദേഹത്തിനെയും അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിപ്പിക്കുകയും ചെയ്യുമാറാകട്ടെ. സഹോദരങ്ങളെ, ഈ റിസാലയെ കുറിച്ച് പറയാം. അൽ ഉസൂലുസ് സിത്ത എന്ന് പറയുന്ന ഈ റിസാലയിൽ ചർച്ച ചെയ്യുന്നത് വളരെ പ്രധാനപ്പെട്ട 6 അടിസ്ഥാനങ്ങളാണ്. അതിന്റെ പേര് മനസ്സിലാക്കിയതുപോലെ തന്നെ അൽ ഉസൂൽ അസിത്ത, 6 അടിസ്ഥാനങ്ങൾ എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ 6 അടിസ്ഥാനങ്ങളെ കുറിച്ച് ആമുഖത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്. ഈ അടിസ്ഥാനങ്ങൾ വളരെ പ്രാധാന്യം അർഹിക്കുന്ന അടിസ്ഥാനങ്ങളാണ്. ഖുർആനിലും ഹദീസിലും ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തിട്ടുള്ള അടിസ്ഥാനങ്ങളാണ്. യാതൊരു സംശയത്തിനും ഇടവരാത്ത വിധം അല്ലാഹു തആല വ്യക്തമാക്കി പറഞ്ഞിട്ടുള്ള അടിസ്ഥാനങ്ങളാണ്. പക്ഷേ എന്നിട്ടുകൂടി ബുദ്ധിമാന്മാരായ, വലിയ വിവേകമുണ്ട് എന്ന ആളുകൾ ധരിച്ചു പോകുന്ന ആളുകൾ പോലും അത് ഗ്രഹിക്കാൻ സാധിക്കാതെ, ശരിയായ വഴിയിൽ സഞ്ചരിക്കാൻ സാധിക്കാതെ അതിൽ പിഴച്ചു പോയിട്ടുണ്ട്. ഈ കാര്യങ്ങളെ കുറിച്ചിട്ട് ഉണർത്തുന്നതിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം ഈ ഒരു റിസാല എഴുതിയിട്ടുള്ളത്. ഈ അടിസ്ഥാനങ്ങളെ കുറിച്ച് വിവരമില്ലാത്ത, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ശ്രദ്ധിക്കാതെ ജീവിക്കുന്ന ആളുകൾക്ക് ഒരു ഉണർത്തൽ എന്നോണം, ഒരു താക്കീത് എന്നോണം അവർക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഖുർആനിലേക്കും സുന്നത്തിലേക്കും മടങ്ങി ചെല്ലുന്നതിന് വേണ്ടി അദ്ദേഹം രചിച്ചിട്ടുള്ള വളരെ ചെറിയൊരു റിസാലയാണ് അൽ ഉസൂലുസ് സിത്ത. നമ്മൾ ഉദ്ദേശിക്കുന്നത് അതിന്റെ മറ്റിനെ നമ്മൾ വായിക്കും, എന്നിട്ട് അതിന്റെ വിശദീകരണങ്ങൾ മഹാന്മാരായ പണ്ഡിതന്മാർ ഇതിന് വിശദീകരണം നൽകിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പിൻഗാമികളായ മഹാന്മാരായ പണ്ഡിതന്മാർ അതിന് വിശദീകരണങ്ങൾ നൽകിയിട്ടുണ്ട്. അതിനെ ആസ്പദമാക്കിയിട്ടുള്ള വിശദീകരണമാണ് സഹോദരങ്ങളെ ഉദ്ദേശിക്കുന്നത്. അള്ളാഹു അത് നല്ല രീതിയിൽ പൂർത്തിയാക്കാൻ തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അൽ ഉസൂലുസ് സിത്ത, അൽ ഉസൂൽ എന്ന വാക്കിനർത്ഥം അൽ അസ്ൽ എന്ന വാക്കിന്റെ ബഹുവചനമായിട്ടാണ് അത് വരിക. അൽ അസ്ൽ എന്ന് പറഞ്ഞാൽ അടിസ്ഥാനം എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടിസ്ഥാനം നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്. എല്ലാത്തിനും ഒരു അടിസ്ഥാനമുണ്ട്. നമ്മുടെ ഈ മസ്ജിദിനൊരു അടിസ്ഥാനമുണ്ട്. എന്താണത്? ഈ മസ്ജിദിന്റെ താഴെയുള്ള അതിന്റെ ഫൗണ്ടേഷനാണ്, അതിന്റെ തറ എന്ന് നമ്മൾ പറയുന്ന ഓരോ വീടുകൾക്കും അടിസ്ഥാനമുണ്ട്. അതിന് മുകളിലാണ് ബാക്കിയുള്ള മുഴുവനും പടുത്തുയർത്തിയിട്ടുള്ളത്. അപ്പൊ അതിന്റെ പ്രാധാന്യം എന്താണ് എന്ന് നമുക്കറിയുന്ന കാര്യമാണ്. ഈ തറ നന്നായിട്ടില്ലെങ്കിൽ, അടിസ്ഥാനം നന്നായിട്ടില്ലെങ്കിൽ, അതിന് മുകളിൽ എത്ര മനോഹരമായ കെട്ടിടമാണ് പടുത്തുയർത്തിയിട്ടുള്ളത് എങ്കിലും അത് പൊളിഞ്ഞു പോകുന്നതാണ്. അടിസ്ഥാനം നന്നായിരിക്കേണ്ടതുണ്ട്. അടിസ്ഥാനം നന്നാക്കാത്തിടത്തോളം അതിന് മുകളിലുള്ള കാര്യങ്ങൾ എത്ര മനോഹരമാക്കിയിട്ടും എത്ര ഭംഗി കൂട്ടിയിട്ടും യാതൊരു ഉപകാരവും ചെയ്യുകയില്ല എന്നുള്ളത് ബുദ്ധിമാന്മാരായ ആളുകൾ ഏകോപിച്ചിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് അടിസ്ഥാനം അത് നന്നാക്കേണ്ടതുണ്ട്. ഇത് അടിസ്ഥാനങ്ങളാണ്, 6 അടിസ്ഥാനങ്ങളാണ് അദ്ദേഹം ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് അടിസ്ഥാനങ്ങളാണ് എന്നിരിക്കെ തന്നെ, വളരെ അനിവാര്യമായി മനസ്സിലാക്കേണ്ട കാര്യമാണ് എന്നിരിക്കെ തന്നെ ആളുകൾ ഇതിൽ പിഴച്ചുപോയിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ ശരിക്കും ചിന്തിപ്പിക്കേണ്ട, നമ്മളിലും അത്തരം തെറ്റുകളുണ്ടോ എന്ന് നമ്മൾ ബോധപൂർവം ആലോചിക്കേണ്ട കാര്യമാണിത്. സഹോദരങ്ങളെ, അദ്ദേഹം അൽ ഉസൂലുസ് സിത്ത 6 അടിസ്ഥാനങ്ങളെന്ന് എടുത്തു പറഞ്ഞിരിക്കുന്നു. ഇങ്ങനെ എണ്ണം പറഞ്ഞ് പറയുക എന്നുള്ളതിൽ ഒരുപാട് ഫായിദയുണ്ട്. അല്ലെ, ഈ ക്ലാസ്സിൽ ഈ പറയുന്ന 6 അടിസ്ഥാനങ്ങൾ ഇനി അല്ല, അദ്ദേഹം അങ്ങനെ എഴുതിയത് തന്നെ എണ്ണം പറയാതെ അങ്ങനെ നിരത്തി എഴുതിയിട്ടുണ്ട് എങ്കിൽ ഒരു വേള നമുക്ക് പിരിഞ്ഞു പോകുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞത്, എത്ര കാര്യങ്ങളാണ് പറഞ്ഞത് എന്ന് ഒരു വ്യക്തത ഇല്ലാതെ വരും. എന്നാൽ ഇത്ര കാര്യമാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഇത്ര അടിസ്ഥാനങ്ങളാണ് നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ളത് എന്ന് പറഞ്ഞാൽ നിങ്ങളത് കൃത്യമായി ആലോചിക്കും. ഒന്ന് നഷ്ടപ്പെട്ടാൽ പോലും നിങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിക്കും. 6 എണ്ണം ഉണ്ടായിരുന്നു, 4 എണ്ണം ഓർമ്മയുള്ളൂ, 2 എണ്ണം ഏതാണ് എന്ന് ശരിക്കും നിങ്ങൾ ചിന്തിക്കും. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് പണ്ഡിതന്മാർ ഇങ്ങനെ എണ്ണം പറഞ്ഞ് പലപ്പോഴും പല കാര്യങ്ങളും രേഖപ്പെടുത്തിയിട്ടുള്ളത്. അല്ലെ, അദ്ദേഹം നവാഖിദുൽ ഇസ്ലാം, ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന കാര്യങ്ങൾ 10 എണ്ണം രേഖപ്പെടുത്തിയത് കാണാൻ സാധിക്കും.
അതുപോലെ 3 പ്രധാന അടിസ്ഥാനങ്ങൾ അൽ ഉസൂലു സലാസ എന്ന് അദ്ദേഹം എഴുതിയ മറ്റൊരു കൃതിയാണ്. അതുപോലെ 4 അടിസ്ഥാനങ്ങൾ അൽ ഖവാഇദുൽ അർബ അത് അദ്ദേഹം എഴുതിയ മറ്റൊരു ലേഖനമാണ്. അതുപോലെ ഉസൂലു സിത്ത 6 അടിസ്ഥാനങ്ങൾ എന്ന് അദ്ദേഹം എഴുതിയത് കാണാം. യഥാർത്ഥത്തിൽ ഇതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങളിൽ അതിന് ഉത്തമ ഉദാഹരണമുണ്ട്. അവിടുന്ന് അങ്ങനെ പല കാര്യങ്ങളും സ്വഹാബത്തിന് അങ്ങനെ പഠിപ്പിച്ചു വന്നിട്ടുണ്ട്. ഹദീസുകൾ നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും. അവിടുന്ന് പറഞ്ഞല്ലോ, സലാസുൻ മൻ കുന്ന ഫീഹി വജദ ഹലാവത്തൽ ഈമാൻ. 3 കാര്യങ്ങൾ ഒരുവനിൽ ഉണ്ടായാൽ അവൻ ഈമാനിന്റെ മാധുര്യം ആസ്വദിച്ചു എന്നാണ്. 3 കാര്യങ്ങൾ ഉണ്ട് എന്ന് അവിടുന്ന് ആദ്യം പറയുകയാണ്. നമ്മൾ ശരിക്കും ചിന്തിക്കും, എന്താണ് 3 കാര്യങ്ങൾ? ഈമാൻ എനിക്ക് ആസ്വദിക്കാൻ എന്നിൽ ഉണ്ടായിരിക്കേണ്ട 3 കാര്യങ്ങൾ എന്താണ്? ആളുകൾ ചിന്തിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ രൂപത്തിൽ പറഞ്ഞിട്ടുണ്ട്. അവിടുന്ന് പറഞ്ഞല്ലോ, ഇൽമനു ലി സിത്തം മിൻ അൻഫുസികും അൽമൻ ലക്കുമുൽ ജന്ന. 6 കാര്യങ്ങൾ നിങ്ങൾ എനിക്ക് ജാമ്യം നൽകിയാൽ ഞാൻ നിങ്ങൾക്ക് സ്വർഗം ജാമ്യം നൽകാം. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 6 കാര്യങ്ങൾ ഓരോന്നായി എടുത്തു പറയുകയാണ്. 6 കാര്യങ്ങളെ കുറിച്ച് ആളുകൾക്ക് ചിന്തിക്കാൻ സാധിക്കും. വലിയ നമ്മെ നശിപ്പിക്കുന്നതായ വൻ പാപങ്ങളെ കുറിച്ച് പറഞ്ഞപ്പോൾ ആ പാപങ്ങളെ അവിടെ നിന്ന് തെറ്റിപ്പെടുത്തിയത് ഇജ്തനിബു അസ്സബഅൽ മുബിഖാത്ത്. വൻ പാപങ്ങളായ നിങ്ങളെ നശിപ്പിച്ചു കളയുന്നതായ 7 തിന്മകളെ തൊട്ട് നിങ്ങൾ വർജിക്കുക, അതിനെ വർജിക്കുക എന്ന് അവിടുന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് ധാരാളം നമുക്ക് കാണാൻ സാധിക്കുന്ന കാര്യമാണ്. ഇതിൽ ഫായിദയുണ്ട്. അൽ ഉസൂലു അസ്സിത്ത 6 അടിസ്ഥാനങ്ങൾ എന്ന് പറഞ്ഞത് ഓരോന്നും നമുക്ക് വേറെ ഓർക്കാൻ സഹായകമാകുന്ന കാര്യമാണ്. അദ്ദേഹം മഹാന്മാരായ പണ്ഡിതന്മാർ അവരുടെ കൃതികൾ ആരംഭിക്കുന്നത് പോലെ തന്നെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന കാര്യം കൊണ്ടാണ് ആരംഭിച്ചിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സഹായം ലഭിക്കാൻ റഹ്മാനുർ റഹീമുമായ അല്ലാഹുവിന്റെ സഹായം തേടിക്കൊണ്ടാണ്, അള്ളാഹുവിന്റെ നാമം കൊണ്ടാണ് ഞാനിത് ആരംഭിക്കുന്നത് എന്നാണ് അദ്ദേഹം ഇതിലും ആരംഭിച്ചിട്ടുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ നാമം കൊണ്ടാണ് നമ്മളൊരു കാര്യം ആരംഭിക്കുന്നത് എങ്കിൽ അള്ളാഹുവിൽ നിന്നും അതിനുകൊണ്ട് ബറക്കത്ത് നമുക്ക് പ്രതീക്ഷിക്കാം. അള്ളാഹു അതിൽ ഒരുപാട് ആളുകളിലേക്ക് എത്തിക്കുന്ന ഖൈറായി തീരാനും അതിൽ കൂടുതൽ ഉപയോഗം നമുക്ക് ലഭിക്കാനും അതിൽ കാരണമാകും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അതുകൊണ്ടാണ് നമ്മൾ ഏതൊരു നല്ല കാര്യം പ്രവർത്തിക്കുമ്പോഴും ബിസ്മില്ലാഹ് എന്ന് പറഞ്ഞ് ആരംഭിക്കുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഒരുപാട് ഖൈറുള്ള കാര്യമാണ്. വീടുകളിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ ബിസ്മില്ലാഹ് എന്ന് പറയുമ്പോൾ അതിലുള്ള ബറക്കത്ത് ഉണ്ടാകാനും സമാധാനം ഉണ്ടാകാനും പിശാച് പ്രവേശിക്കുന്നതിൽ നിന്നും തടയിടാനും ഒക്കെ ഉപകരിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് എഴുതാറുണ്ട്. ഇതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ കാണിച്ച മാതൃകയുണ്ട്. അല്ലാഹു തആല മുസ്ഹഫ് നമ്മൾ തുറന്നു നോക്കിയാൽ 1-ാമത്തെ സൂറത്തായ സൂറത്തുൽ ഫാത്തിഹയിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം കൊണ്ടാണ് ആരംഭിക്കുന്നത്. അല്ല, മുഴുവൻ സൂറത്തിലും ഒരു സൂറത്ത് ഒഴികെ, സൂറത്തു തൗബ ഒഴികെ ബാക്കിയുള്ള 113 സൂറത്തുകളിലും അല്ലാഹു തആല ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ആ സൂറത്തിൽ ഉൾപ്പെടുത്താതെ മറ്റൊരായത്തായിക്കൊണ്ട് നമുക്ക് വെച്ചത് കാണാൻ സാധിക്കും. അല്ലാഹുവിന്റെ സുന്നത്താണത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വ്യത്യസ്ത രാജ്യക്കാർക്ക്, വ്യത്യസ്ത രാജാക്കന്മാർക്ക് ഈ ദീൻ പ്രബോധനം ചെയ്യുന്നതിന് വേണ്ടി എഴുത്തുകൾ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ആ എഴുത്തുകളിലെല്ലാം തന്നെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞ് എഴുതിയത് കാണാം. റോമിലേക്കും അതുപോലെ തന്നെ അബിസീനിയയിലേക്കും ഒക്കെ അവിടുന്ന് കത്ത് എഴുതിയ സമയത്ത് ആ മാർഗം സ്വീകരിച്ചിട്ടുണ്ട്. അതാണ് പിന്നീട് പണ്ഡിതന്മാർ അവരുടെ എഴുത്തുകളിലും അവരുടെ റിസാലകളിലൊക്കെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ആരംഭിച്ചത്. നമുക്ക് മറ്റനിലേക്ക് പ്രവേശിക്കാം. من أعجب العجاب وأكبر الآيات الدالة على قدرة الملك الغلاب 6 أصول بينها الله تعالى بيانا واضحا للعوام فوق ما يظن الظانون ثم بعد هذا غلط فيها كثير من أذكياء العالم وأقلاء بني آدم إلا أقل القليل. ഒരു മുഖദ്ദിമയായിട്ട് രാമുഖമായിട്ട് അദ്ദേഹം കൊടുത്ത വാചകങ്ങളാണിത്. ഒരുപാട് ഫായിദ സഹോദരങ്ങൾ ഇതിലുണ്ട്. അദ്ദേഹം പറയുന്നത് മിൻ അഅജബിൽ ഉജാബ്, വലിയ അത്ഭുതങ്ങളിൽപ്പെട്ട ഒരു അത്ഭുതമാണ്. എല്ലാത്തിന്റെയും ഉടമസ്ഥനായ, എല്ലാത്തിനെയും അതിജയിക്കുന്നവനായ മലിക്കും ഗല്ലാബുമായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഖുദ്റത്തിൽ സൂചിപ്പിക്കുന്ന വലിയ ദൃഷ്ടാന്തവുമാണ് എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം കാര്യം പറയുന്നത്. എന്താണത്? എന്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വലിയ ദൃഷ്ടാന്തമായി അദ്ദേഹം ഈ പറയുന്ന കാര്യം? എന്താണ് ഇത്ര വലിയ അത്ഭുതമുണ്ട് എന്ന് അദ്ദേഹം പറയുന്ന കാര്യം എന്താണ്? അതുകൊണ്ടാണ് അദ്ദേഹം ആരംഭിക്കുന്നത്. എന്താണ് ആ കാര്യം? 6 ഉസൂലിൻ, 6 അടിസ്ഥാനങ്ങളുണ്ട്. ബയ്യനഹ അല്ലാഹു തആല ബയാനൻ വാളിഹൻ. അല്ലാഹു തആല ഇത് വിശദീകരിച്ചത് ബയാനൻ വാളിഹൻ, വളരെ വ്യക്തമാകുന്ന രൂപത്തിൽ ഈ 6 അടിസ്ഥാനങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിച്ചിട്ടുണ്ട്. ആർക്കാണ് ഇത് വ്യക്തമാകുക? വലിയ പണ്ഡിതനാണോ? ഖുർആനും സുന്നത്തും ഒക്കെ ഗവേഷണം ചെയ്യാൻ സാധിക്കുന്ന വലിയ മുജ്തഹിദ് മുത്ലഖുകൾക്ക് മാത്രം മനസ്സിലാക്കാൻ സാധിക്കുന്ന അടിസ്ഥാനങ്ങളാണോ അല്ലാഹു തആല വിശദീകരിച്ചത്? അല്ല.
മറിച്ച് ലിൽ അവാം, സാധാരണക്കാരായ ആളുകൾക്ക് മനസ്സിലാകുന്ന രൂപത്തിൽ 6 അടിസ്ഥാനങ്ങൾ അല്ലാഹു തആല വിശദീകരിച്ചിരിക്കുന്നു. അത് എളുപ്പമാണെന്ന് നിങ്ങൾക്കൊരു ചിന്തയുണ്ടോ? എങ്കിൽ അല്ല. ഫൗഖമായ ളുന്നുദ്ദാനൂൻ, ചിന്തിക്കുന്നവൻ ചിന്തിക്കുന്നതിനേക്കാൾ എളുപ്പമാണ്. നിങ്ങൾക്ക് എളുപ്പം എന്ന് പറയുന്ന ഒരു കാര്യം നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും. അല്ല, അതിനേക്കാളും എളുപ്പമാണ് അല്ലാഹു തആല വിശദീകരിച്ച ഈ 6 അടിസ്ഥാനങ്ങൾ. എന്നിട്ടോ സുമ്മ ബഅദ ഹാദാ ഗലിത ഫിഹാ കസീറുൻ മിൻ അസ്കിയാൽ ആലം. പക്ഷേ അത്ഭുതം ഇതാണ്, അദ്ദേഹം അത്ഭുതപ്പെടാൻ അല്ലാഹു തആലയുടെ ഖുദ്റത്താണ് എന്ന കാമുകം പറയാനുള്ള കാര്യം എന്താണ്? സുമ്മ ബഅദ ഹാദാ, അതിനുശേഷം ഗലിത ഫിഹാ കസീറുൻ മിൻ അസ്കിയാൽ ആലം, ലോകത്തുള്ള ബഹുഭൂരിപക്ഷം ബുദ്ധിജീവികളെന്നറിയപ്പെടുന്ന, ബുദ്ധിമാന്മാരെന്നറിയപ്പെടുന്ന ആളുകൾക്ക് പോലും അതിൽ അബദ്ധം സംഭവിച്ചിട്ടുണ്ട്. വഉഖലാഇ ബനി ആദം, ആദം സന്തതികളിലെ ബുദ്ധിമാന്മാർക്ക്, അക്കലുള്ള ആളുകൾക്ക് പോലും ഇതിൽ അബദ്ധം സംഭവിച്ചു. ഇല്ല അഖല്ലൽ ഖലീൽ, കുറഞ്ഞ ന്യൂനപക്ഷം മാത്രമാണ് ഇത്രയും വ്യക്തമായ കാര്യത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ സാധിച്ചത്. കുറഞ്ഞ ന്യൂനപക്ഷം മാത്രമാണ് എന്നാണ്. സഹോദരങ്ങളെ, ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഖുദ്റത്തുൽ മലിക്കുൽ ഗല്ലാബ്, എല്ലാത്തിന്റെയും ഉടമസ്ഥനായ, എല്ലാത്തിനെയും അതിജയിക്കുന്നവനായ അല്ലാഹു തആലയുടെ ഖുദ്റത്ത് എന്നിവിടെ പറയാൻ കാരണം ഹിദായത്ത് എന്ന് പറയുന്ന കാര്യം അല്ലാഹു തആലയുടെ കയ്യിലാണ്. അള്ളാഹുവിന്റെ കയ്യിലാണ് ഹിദായത്ത് എന്ന് പറയുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് മാത്രമാണ് എത്ര എളുപ്പമുള്ള കാര്യമാണെങ്കിലും ശരി അത് മനസ്സിലാക്കാനോ അത് പ്രവർത്തിക്കാനോ സാധിക്കുകയുള്ളൂ. അതല്ലാതെ മനുഷ്യന്റെ ബുദ്ധിയോ മനുഷ്യന്റെ മറ്റെന്തെങ്കിലും സ്ഥാനമോ ഒന്നും ഇതിന് ആധാരമല്ല. അള്ളാഹു തആല അവന് തൗഫീഖ് നൽകണം. അള്ളാഹുവിന്റെ കയ്യിലാണ് കാര്യം എന്ന് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അള്ളാഹുവിന്റെ ഖുദ്റത്തിനെ കുറിച്ച് അറിയിക്കുന്ന ഒരു കാര്യമുണ്ട്. ഇത്രയും വ്യക്തമായ വഴി ആളുകൾ എങ്ങനെയാണ് പഴിച്ചു പോയിട്ടുള്ളത്? ഒരു ഉദാഹരണം പറയാം. ഇവിടുന്ന് നമ്മൾ ഈ ഒരു മർക്കസിൽ നിന്നും നമുക്ക് അടുത്തുള്ള ഒരു സ്ഥലമാണ്. ഉദാഹരണത്തിന് ഇവിടെ ഒരു അടുത്തൊരു സിവിലുണ്ട്, നമുക്കറിയാം, കലക്ടറേറ്റ് ഉണ്ട് ഇവിടെ. ആ കലക്ടറേറ്റിലേക്ക് പോകാനുള്ള വഴി ഇവിടുന്ന് ഒരാൾ കൃത്യമായി രേഖപ്പെടുത്തുന്നു എന്ന് വിചാരിക്കുക. നമ്മൾ ഈ ഗേറ്റിൽ നിന്നും പുറത്തേക്ക് പോയാൽ 2 വഴി കാണുന്നുണ്ട്. ഒന്ന് നേരെ പോകുന്ന, കാറൊന്നും പോകാത്തൊരു വഴി, ഒന്ന് വലതുഭാഗത്തേക്ക് തിരിഞ്ഞു പോകുന്ന വഴി. അപ്പൊ വലതുഭാഗത്തേക്ക് തിരിഞ്ഞു പോകുന്ന വഴിയിൽ പോകുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമുക്കുള്ള ഈ സിവിലിലേക്ക് എത്തുന്നത് എന്ന് മനസ്സിലാക്കും. ഒരു ഉദാഹരണമാണ് ഈ ഭാഗത്തുള്ള ആളുകൾക്ക് സ്ഥലത്തെക്കുറിച്ച് തിരിച്ചറിയും. അവിടെ കൃത്യമായി എഴുതിയിട്ടുണ്ട് എങ്ങോട്ടാണ് നിങ്ങൾക്ക് പോകേണ്ട കാര്യം എന്നീ ഭാഗത്ത് എഴുതിയിട്ടുണ്ട്. വലതു ഭാഗത്തേക്ക് ആരോ മാർക്കിട്ട് എഴുതിയിട്ടുണ്ട് എന്ന് വിചാരിക്കുക. കൃത്യമായി അങ്ങോട്ടേക്ക് എഴുതിയിട്ടുണ്ട്. ഒരല്പം മുന്നോട്ടേക്ക് പോകുമ്പോൾ വീണ്ടും അങ്ങോട്ടേക്ക് തന്നെയാണെന്ന് പറഞ്ഞ് കൃത്യമായി അടയാളപ്പെടുത്തിയിട്ടുണ്ടെന്ന് മനസ്സിൽ സങ്കല്പിക്കുക. പിന്നീട് എവിടെയെല്ലാം ജംഗ്ഷനുകളോ അല്ലെങ്കിൽ അവ്യക്തതകളോ വരുന്ന സമയത്ത് കൃത്യമായി വീണ്ടും വഴി കാണിക്കുകയാണ്. ആവശ്യത്തിലധികം അതിനു വേണ്ടിയിട്ടുള്ള മാർക്കുകളുണ്ട്. ഇങ്ങോട്ടേക്കാണ് നിങ്ങൾക്ക് പോകേണ്ടത്, കൃത്യം അങ്ങോട്ടേക്കാണ്. കൃത്യമായി വാളിഹായി വഴി വളരെ വ്യക്തമായി ഒരു രാത്രി പോകുന്ന ഒരാൾക്ക് പോലും അതിൽ തെറ്റിപ്പോവുകയില്ല. വെളിച്ചത്തോടു കൂടിയാണ് ആ വഴി രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഒരാൾ രാത്രി വന്നാൽ പോലും, ദൂരെ ദിക്കിൽ നിന്ന് വന്നാൽ പോലും ഇവിടെ എത്തിയാൽ ഈ പോകേണ്ട ഈ കലക്ടറേറ്റിലുള്ള വഴി ഒരാൾക്ക് തെറ്റിപ്പോകാത്ത വിധം കൃത്യമായി എഴുതിയിട്ടുണ്ട് എന്ന് സങ്കല്പിക്കുക. ഇങ്ങനെ സംഭവിച്ചിട്ടും ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ എളുപ്പമാക്കിയിട്ടും ഈ വഴിയിലേക്ക് പോകുന്ന ആളുകളിൽ ബഹുഭൂരിപക്ഷവും അതിൽ നിന്നും തെറ്റിപ്പോകുക, അവിടെ എത്താതിരിക്കുക എന്ന് പറയുന്നത് എത്ര അത്ഭുതമുള്ള കാര്യമാണ്. അതാണ് അദ്ദേഹം ഇവിടെ അത്ഭുതമായിട്ട് പറയുന്നത്. ചില ആളുകൾ അതാ ഈ വഴിയിൽ നിന്നും വലതുഭാഗത്താണ് അങ്ങോട്ട് പോകേണ്ടത് എന്ന് എഴുതിയത് കണ്ടാലും ഇടതുഭാഗത്തേക്കാണ് തിരിഞ്ഞു പോകുന്നത്. ഇനി വലതുഭാഗത്തേക്ക് പ്രവേശിച്ച ആളുകളിൽ തന്നെ ചിലർ കൃത്യമായി മുന്നോട്ടേക്കാണ് പോകേണ്ടത് എന്ന് കണ്ടാൽ പോലും ഇടയ്ക്കിടത്തും വലത്തോട്ടേക്ക് തിരിഞ്ഞു പോവുകയാണ്, മാറി മാറി പോവുകയാണ്. ബുദ്ധിമാന്മാരായ, വഴി കണ്ടുപിടിക്കാനുള്ള എല്ലാ ബുദ്ധിയുമുള്ള, എല്ലാ സംവിധാനങ്ങളുമുള്ള ആളുകളാണ് ആളുകൾക്കാണ് ഈ പിഴവ് സംഭവിക്കുന്നത് എന്ന് പറഞ്ഞാൽ എത്രമാത്രം അത്ഭുതമുണ്ടാകണം. അതിനേക്കാളും അത്ഭുതമാണ് ഇദ്ദേഹം പറയുന്നത് ഈ 6 അടിസ്ഥാനങ്ങളെ തൊട്ട് പിഴച്ചു പോകുന്ന ആളുകളെ കുറിച്ച് പറയാനുള്ളത് എന്നാണ്. കാരണം ഈ അടിസ്ഥാനങ്ങൾ വളരെയധികം കഷ്ടപ്പെട്ട് ഖുർആനിനും സുന്നത്തിന്റെയും ഉള്ളിൽ ഒളിപ്പിച്ചു വെച്ചിട്ടുള്ള എന്തോരടിസ്ഥാനങ്ങളല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ആവർത്തിച്ച് പറയുന്ന അടിസ്ഥാനങ്ങളാണിത്. അല്ലാഹു തആല ഖുർആനിൽ മുഴുവനും ഇതിനെക്കുറിച്ചിട്ടുള്ള സൂചനകൾ വ്യത്യസ്ത രൂപങ്ങളിൽ വ്യക്തമായി കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ആളുകൾ പിഴച്ചു പോവുകയാണ്. ഈ വഴിയിൽ നിന്നും തെറ്റിപ്പോയ ആളുകളെ ഇവിടെയുള്ള ആളുകൾ എന്തായിരിക്കും പറയുക? ഇത്രയും അധികം അവിടേക്ക് ഒരാൾ കൈപിടിച്ചു കൊണ്ടുപോകുന്നത് പോലെയുള്ള അടയാളങ്ങൾ നൽകിയിട്ടും ലക്ഷ്യസ്ഥാനത്തെത്താതെ ആളുകൾ ഇടത്തോട്ട് വലത്തോട്ട് പോവുകയാണ്. ചോദിക്കുമ്പോൾ ഞാൻ ഇത് എങ്ങോട്ട് കയറി, അവിടെ വ്യക്തമായി അങ്ങോട്ടാണ് പോകേണ്ടത് എന്നു മാത്രമല്ല ഈ വഴി അങ്ങോട്ടേക്കുള്ളതല്ല എന്നുകൂടി എഴുതിയിട്ടുണ്ടെങ്കിലോ. ഒരിടത്തും വലത്തും വരുമ്പോൾ മുന്നോട്ടേക്കുള്ള വഴി ആരോ മാർക്ക് അവിടെ കാണിച്ചിരിക്കുന്നു. ഇടത്തും വലത്തും ഒന്നും കാണിക്കുന്നില്ല എന്ന് മാത്രമല്ല, അങ്ങനെയല്ല, ഇടത്തേക്ക് പോകരുത്, അത് ആ വഴിയല്ല,
വലത്തേക്ക് പോകരുത്, ഇത് ആ വഴിയല്ല എന്നുകൂടി അതിലുണ്ടെങ്കിലോ ഒന്നുകൂടി ചിന്തിച്ചു നോക്കൂ. ആളുകൾ പറയും, എത്ര വലിയ മണ്ടനാണ് അവൻ, എത്ര വലിയ വിഡ്ഢിയാണ് അവൻ, ഇത്ര കൃത്യമായ വഴി, രാത്രി വന്നാൽ പോലും പിഴച്ചു പോകാത്ത രൂപത്തിൽ വിളക്കുമാടങ്ങൾ അവിടെ നാട്ടി നിർത്തിയിട്ട് കൃത്യമായി അടയാളങ്ങൾ, വഴി അടയാളങ്ങൾ രൂപകൽപ്പന ചെയ്ത ഒരു വഴിയിൽ പിഴച്ചു പോകുന്നുണ്ടെങ്കിൽ എത്ര വലിയ വിഡ്ഢിയാണ് എന്നാളുകൾ ചിന്തിക്കും. അതാണ് അദ്ദേഹം ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അതായത് ഭൂമിയിലുള്ള ഒരുപാട് ബുദ്ധിമാന്മാരായ ആളുകൾക്ക്, ഭൂമിയിലുള്ള വലിയ വലിയ ബുദ്ധിജീവികളായ ആളുകൾക്ക് പോലും ഇത് തെറ്റിപ്പോകുകയാണ്. അല്ലാഹു തആല പറഞ്ഞതുപോലെ യഅലമൂന ളാഹിറൻ മിനൽ ഹയാത്തിദ് ദുനിയ, അവർക്ക് ദുനിയാവിന്റെ ബാഹ്യമായ മോടികളെ കുറിച്ച് നന്നായി അറിയാം. വഹും അനിൽ ആഖിറതി ഹും ഗാഫിലൂൻ, എന്നാൽ ആഖിറത്തിന്റെ കാര്യത്തിലെ കുറിച്ച് അശ്രദ്ധരാണ്, ഒന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. നമ്മുടെ ചിന്തയിൽ ഓരോരുത്തരെ കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ സാധിക്കും. ഭൂമിയിൽ വലിയ വലിയ കണ്ടുപിടുത്തങ്ങൾ നടത്തിയിട്ടുള്ള ശാസ്ത്രജ്ഞന്മാർ, ഒന്നോ രണ്ടോ ഒന്നല്ല, നൂറുകണക്കിന് കാര്യങ്ങൾ കണ്ടുപിടിച്ചിട്ടുള്ള ശാസ്ത്രജ്ഞന്മാർ, അവർ കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടില്ല, മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല. വലിയ വലിയ നിരൂപകർ, ലേഖനങ്ങളും എഴുത്തുകളും ഒക്കെ നിരൂപണം ചെയ്യുന്ന, ലേഖനങ്ങൾ എഴുതുന്ന നോവലിസ്റ്റുകൾ, കഥാകൃത്തുകൾ, ധാരാളക്കണക്കിനായ ആളുകളുണ്ട്. ഇവരെല്ലാം ഈ പറയുന്ന ഖുർആനിലുള്ള, സുന്നത്തിലുള്ള ഈ കാര്യങ്ങൾ, എളുപ്പമുള്ള കാര്യങ്ങൾ അവർക്ക് ഗ്രഹിക്കാൻ സാധിച്ചിട്ടില്ല. സഹോദരങ്ങളെ, ഇത് ഒരുപാട് പാഠങ്ങൾ നമുക്ക് നൽകുന്ന കാര്യമാണ്. ഒന്ന്, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ ഈ ഒരു നിഅമത്തിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കണം. ദുനിയാവിലുള്ള ഉഖലാക്കളായ, ബുദ്ധിമാന്മാരായ, ബുജികളായ, അല്ല, അവർക്കൊക്കെ ടെസ്റ്റ് ചെയ്യാനുള്ള IQ ടെസ്റ്റുകൾ ലോകത്തുണ്ട്. നമ്മളൊക്കെ വളരെ താഴ്ന്ന നിലയിലായിരിക്കും, ഈ പറയുന്ന വലിയ വലിയ ശാസ്ത്രജ്ഞന്മാർ വലിയ നിലയിലായിരിക്കും. ഇതൊക്കെ അവർക്കുണ്ട്. പക്ഷെ അവർക്ക് ഈ എളുപ്പമുള്ള ഈ വഴി മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കണം. അല്ലാഹു തആലയോട് നമ്മൾ അങ്ങേയറ്റം ശുക്ർ പറയേണ്ട ഒരു കാര്യം ഇതിൽ നിന്ന് പാഠമുണ്ട്. രണ്ടാമത്തെ കാര്യം സഹോദരങ്ങളെ, ഈ ബുദ്ധിമാന്മാരായ ആളുകൾ പോലും പിഴച്ചു പോയിട്ടുണ്ട് എങ്കിൽ നമ്മുടെ ഒന്നും കാര്യം ഗ്യാരണ്ടിയുള്ള കാര്യമേ അല്ല. അല്ലാഹു തആല നമ്മുടെ കാര്യത്തിൽ എന്ത് തീരുമാനമാണ് പിന്നീട് എടുക്കുക, നമ്മൾ പിഴച്ചു പോകുമോ ഇല്ല എന്നുള്ള കാര്യത്തിൽ നമുക്ക് യാതൊരു ഗ്യാരണ്ടിയുമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് സദാ നമ്മൾ ദുആ ചെയ്തുകൊണ്ടേയിരിക്കണം. ഈ ബുദ്ധിമാന്മാരായ കാര്യങ്ങളൊക്കെ കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കുന്ന, നമ്മളിൽ പലരെക്കാളും അറബി ഭാഷയിലും അതിലുള്ള ആശയങ്ങളെ കുറിച്ചിട്ടൊക്കെ ഗ്രഹിക്കാൻ സാധിക്കുന്ന ഒരുപാട് ആളുകൾ പിഴച്ചുപോയിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തുകൊണ്ട് പിഴച്ചുപോയിക്കൂടാ എന്നുള്ള കാര്യത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കണം. അതല്ലാതെ അള്ളാഹു എന്നെ തെരഞ്ഞെടുത്തു, ഇനി അവസാനം വരെ അള്ളാഹു എന്റെ കൈപിടിച്ച് നടത്തും എന്ന ആത്മവിശ്വാസം നമുക്ക് ഉണ്ടാകാൻ പാടില്ല. മറിച്ച് നിരന്തരം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ, അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക, ഖൽബുകളെല്ലാം നിയന്ത്രിക്കുന്ന, അതിനെല്ലാം മാറ്റങ്ങൾക്ക് വിധേയമാക്കിക്കൊണ്ടിരിക്കുന്ന റബ്ബേ, നീ എന്നെ ഈ പാതയിൽ അടിയുറച്ചു നിർത്തണമേ എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഈ ആമുഖത്തിൽ സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഒരു വലിയ പാഠമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ തിരഞ്ഞെടുത്ത ആളുകൾക്ക് അവന് ഈ ഹിദായത്ത് ഖൽബിൽ പ്രവേശിക്കണം എന്നുള്ള ഹക്കുള്ള ആളുകൾക്ക് മാത്രമേ ഈ ഹിദായത്ത് നൽകുകയുള്ളൂ. ബുദ്ധിയോ വിവേകമോ ദുനിയാവിലുള്ള അവന്റെ വലിയ വലിയ എന്തെങ്കിലുമൊക്കെ നേട്ടങ്ങളോ ഒന്നും അവന് ഈ ഹിദായത്ത് ലഭിക്കാനുള്ള കാരണമാവുകയില്ല. അതുപോലെ തന്നെ സഹോദരങ്ങളെ, അദ്ദേഹം ഈ ഭാഗത്ത് പറഞ്ഞു, ഇതിൽ നിന്ന് രക്ഷപ്പെട്ട ആളുകൾ ഇല്ല അഖല്ലൽ ഖലീൽ, വളരെ കുറഞ്ഞ ന്യൂനപക്ഷത്തിന് മാത്രമാണ്. ഖലീൽ എന്ന് പറഞ്ഞാൽ തന്നെ കുറഞ്ഞ, അഖല്ലൽ ഖലീൽ എന്ന് പറഞ്ഞാൽ വളരെ ന്യൂനപക്ഷത്തിന് മാത്രമാണ് ഈ വഴിയിലൂടെ അടിസ്ഥാനങ്ങൾ മനസ്സിലാക്കി സ്വർഗീയ പാതയിലേക്ക് സഞ്ചരിക്കാൻ സാധിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം സഹോദരങ്ങളെ, ദുനിയാവിൽ ഹക്കിന്റെയോ ബാത്തിലിന്റെയോ മാനദണ്ഡം എണ്ണപ്പെരുപ്പമേ അല്ല. അതൊരിക്കലും തന്നെ ഒരുപാട് എണ്ണം ഉണ്ടായി എന്നുള്ളത് ഒരു കാര്യം വിജയിച്ചു എന്നുള്ളതോ ഒരു കാര്യം സത്യമാണെന്നുള്ളതോ ഒരിക്കലും അറിയിക്കുന്നില്ല. അതല്ലെങ്കിൽ കുറഞ്ഞുപോയി എന്നുള്ളത് എപ്പോഴും അത് സത്യത്തിന്റെ മാനദണ്ഡം എന്നായിക്കൊള്ളണമെന്നില്ല. കുറവും കൂടുതലും സത്യവും അസത്യവും മനസ്സിലാക്കാനുള്ള മാനദണ്ഡമല്ല. പക്ഷേ അല്ലാഹു തആലയുടെ ശരീഅത്തിൽ അല്ലാഹു നമുക്ക് വ്യക്തമായി പറഞ്ഞു തന്നു, ഹക്ക് അന്വേഷിച്ചു മനസ്സിലാക്കുന്ന ആളുകൾ പലപ്പോഴും കുറവ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞു, വമാ അക്സറുന്നാസ് വലൗ ഹറസ്ത ബിമുഅ്മിനീൻ, ജനങ്ങളിൽ അധികം ആളുകളും നീ എത്ര അതിനുവേണ്ടി തീവ്രമായി പരിശ്രമിച്ചാലും അവർ നിനക്ക് മുഅ്മിനീങ്ങളായി കാണാൻ സാധിക്കുകയില്ല. ജനങ്ങളിൽ അധികം ആളുകളും അല്ലാഹു തആല ധിക്കരിക്കുന്നവരായി തീരും. അല്ലാഹു പറഞ്ഞു, വഖലീലുൻ മിൻ ഇബാദിയശ് ശകൂർ, അള്ളാഹുവിന്റെ അടിമകളിൽ കുറഞ്ഞ ന്യൂനപക്ഷം അവർ മാത്രമേ നന്ദി കാണിക്കുന്നവരുള്ളൂ. അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളെല്ലാം ആസ്വദിച്ചിട്ട്, അവൻ നൽകിയിട്ടുള്ള വായു ശ്വസിച്ച് ജീവിച്ചിട്ട്, അവൻ നൽകിയിട്ടുള്ള ഭക്ഷണവും അവൻ നൽകിയിട്ടുള്ള പാനീയവും കുടിച്ചിട്ട്
അവനല്ലാത്ത ആളുകളിലേക്ക് പ്രാർത്ഥനകളും ഇബാദത്തുകളും തിരിക്കുന്നവർ, അല്ലെങ്കിൽ അവനെ തന്നെ തള്ളി പറയുന്നവർ നന്ദി കെട്ടവരാണ്. വളരെ കുറഞ്ഞ ആളുകൾ മാത്രമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നന്ദി കാണിക്കുന്നവർ എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞിരിക്കുന്നു. ഈ കാര്യങ്ങൾ സഹോദരങ്ങളെ ഈ ആമുഖത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഒന്നാമത്തെ അടിസ്ഥാനത്തിലേക്ക് പ്രവേശിക്കാം. അൽ അസ്ലുൽ അവ്വൽ, ഒന്നാമത്തെ അടിസ്ഥാനം അദ്ദേഹം പറയുന്നു ഇഖ്ലാസുദ്ദീൻ ലില്ലാഹി തആല وحده لا شريك له وبيان ضده الذي هو الشرك بالله وكون أكثر القرآن لبيان هذا الأصل من وجوه شتى بكلام يفهمه أبلد العامة. ثم لما صار على أكثر الأمة ما صار أظهر لهم الشيطان الإخلاص في سورة تنقص الصالحين والتقصير في حقوقهم وأظهر لهم الشرك بالله في سورة محبة الصالحين واتباعهم. ഒന്നാമത്തെ അടിസ്ഥാനം സഹോദരങ്ങളെ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഏറ്റവും വലിയ അടിസ്ഥാനമായ ഈ അടിസ്ഥാനങ്ങളുടെ അടിസ്ഥാനമായ അസ്ലുൽ ഉസൂൽ എന്ന് പറയാൻ പറ്റുന്ന അടിസ്ഥാനങ്ങളുടെ അടിസ്ഥാനം എന്ന് പറയാൻ പറ്റുന്ന നമ്മെ അല്ലാഹു സുബ്ഹാനഹു വ തആല പടച്ചിട്ടുള്ളതിന്റെ കാരണമായ അല്ലാഹു തആലയെ മാത്രം ആരാധിക്കുക, ഇഖ്ലാസോടുകൂടി അല്ലാഹു തആലയെ ഇബാദത്ത് ചെയ്യുക എന്ന കാര്യമാണ് ഒന്നാമത്തെ അടിസ്ഥാനം. ഇതിനെതിരായിട്ടുള്ള ശിർക്കിനെ കുറിച്ച് മനസ്സിലാക്കുകയും അതിൽ നിന്ന് വിട്ടുനിൽക്കുകയും ചെയ്യുന്ന കാര്യമാണ് സഹോദരങ്ങളെ ഒന്നാമത്തെ അടിസ്ഥാനം. എന്താണ് ഇവിടെ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്? ഇഖ്ലാസുദ്ദീനി ലില്ലാഹി തആല, ദീൻ അല്ലാഹു തആലക്ക് മാത്രമാക്കണം, ഇഖ്ലാസോടുകൂടി റബ്ബിനെ ഇബാദത്ത് ചെയ്യണം. ആ വാക്ക് ഇഖ്ലാസ് എന്ന് പറയുന്ന വാക്ക് തന്നെ സഹോദരങ്ങളെ നിഷ്കളങ്കമായത്, ഒരു കളങ്കവും അതിലില്ലാത്തത് എന്നാണ്. അല്ലാഹു തആല ഈ വാക്ക് ഖാലിസ് എന്ന് പറയുന്ന വാക്ക് നമുക്കൊക്കെ നിത്യജീവിതത്തിൽ അല്ലെങ്കിൽ നമ്മുടെ നേരിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ജീവിതത്തിൽ പറ്റുന്ന ഒരു ഉദാഹരണത്തിലൂടെ അത് വ്യക്തമാക്കിയിട്ടുണ്ട്. അല്ലാഹു തആല പറഞ്ഞല്ലോ വഇന്ന ലക്കും ഫിൽ അൻആമി ലഇബ്റ, തീർച്ചയായും കന്നുകാലികളിൽ നിങ്ങൾക്കൊരു പാഠമുണ്ട്. നുസ്ഖീകും മിമ്മാ ഫീ ബുതൂനിഹി, അതിന്റെ വയറ്റിൽ നിന്നുള്ള പാല്, അതിൽ നിന്ന് നാം നിങ്ങളെ കുടിപ്പിക്കുന്നു. അതെവിടുന്നാണ് വരുന്നത്? മിൻ ബൈനി ഫർസിൻ വദമിൻ, അത് എവിടുന്നാണ് വരുന്നത്? മിൻ ബൈനി ഫർസിൻ വദമിൻ, രക്തത്തിന്റെയും അതുപോലെ തന്നെ ചാണകത്തിന്റെയും ഇടയിൽ നിന്നാണ് വരുന്നത്. ലബനൻ ഖാലിസൻ, ശുദ്ധമായ പാല്, സായിഗൻ ലിശ്ശാരിബീൻ, കുടിക്കുന്നവർക്ക് രുചികരമായിട്ട് അനുഭവം ഉണ്ടാക്കുന്ന പാല്. എന്താണ് ഈ ഉദാഹരണത്തിൽ മനസ്സിലാക്കുന്നത്? പണ്ഡിതന്മാർ വിശദീകരിച്ചു, പാല് അത് വരുന്നത് എവിടെ നിന്നാണ്? ഇതിന്റെ അകിടിൽ നിന്ന് വരുന്ന പാല്, അതിനപ്പുറത്ത് ചാണകമുണ്ട്, അതിനിപ്പുറത്ത് രക്തവുമാണ്. ഇതിന്റെ ഇടയിലൂടെയാണ് അല്ലാഹു തആല പാല് നമുക്ക് നൽകുന്നത്. വലിയ ദൃഷ്ടാന്തമുള്ള കാര്യമാണ്. ഈ പറയുന്ന കന്നുകാലികൾ അവർ പാൽപ്പൊടി കഴിച്ചിട്ടല്ല പാല് നമുക്ക് നൽകുന്നത്. അവർ വൈക്കോലാണ് കഴിക്കുന്നത്, പുല്ലുകളാണ് കഴിക്കുന്നത്, വെള്ളമാണ് കുടിക്കുന്നത്. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല ശുദ്ധമായ പാലാണ് നമുക്ക് നൽകുന്നത്. അവർ കഴിക്കുന്ന എന്തെങ്കിലുമൊക്കെ വസ്തുവിന്റെ ചൊയല്ല നമുക്ക് കിട്ടുന്നത്. അതുപോലെ തന്നെ അതിന്റെ അകിടിലുള്ള പാലിന് രക്തത്തിന്റെ നിറമോ രക്തത്തിന്റെ ചുവയോ ഇല്ല, അല്ലെങ്കിൽ അത് പുറത്തേക്ക് കളയുന്ന ആ ഒരു ചാണകത്തിന്റെ നിറമോ അതിന്റെ രുചിയോ ഇല്ല. അല്ലാഹു തആല ലബനൻ ഖാലിസൻ, അങ്ങനെയുള്ള പാലാണ് നൽകിയത്, ശുദ്ധമായ പാൽ, ഒരു കളങ്കവുമില്ലാത്ത പാൽ. ആ വാക്ക് വിശദീകരിക്കാൻ പറഞ്ഞു എന്ന് മാത്രം. അതുപോലെ സഹോദരങ്ങളെ, നമ്മുടെ ഇബാദത്തുകളും അല്ലാഹു തആലക്ക് ഖാലിസായിരിക്കണം. രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കുക. എല്ലാ ഇബാദത്തുകളും അല്ലാഹു തആലക്ക് മാത്രം നൽകുക. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് നൽകുന്ന ഇബാദത്തുകൾ അത് അവനെ കൂടാതെ മറ്റൊരാളെയും നമ്മൾ പ്രതീക്ഷിക്കാതിരിക്കുക. റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ട്, എന്താണ് വജ്ഹ് ഉദ്ദേശിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ നേർക്കുനേരുള്ള അർത്ഥം തന്നെ നാളെ റബ്ബ് സുബ്ഹാനഹു വ തആലയെ കണ്ടുമുട്ടുക, റബ്ബിനെ കണ്ടുമുട്ടണം. അതാണ് സ്വർഗത്തിൽ ലഭിക്കുന്ന ഏറ്റവും വലിയ അനുഭൂതി, റബ്ബിനെ കാണുക എന്നുള്ളതാണ്. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ചെയ്യുന്നത്. റബ്ബിനെ നാളെ കണ്ടുമുട്ടണം. അതല്ലാതെ മറ്റൊരാളുടെ പ്രശംസയോ പുകഴ്ത്തലുകളോ ഒന്നും ഇതിന് കാണാൻ പാടില്ല. നമ്മുടെ ഇരുത്തം പോലും സഹോദരങ്ങൾ, ഈ അടിസ്ഥാനം നമ്മൾ പാലിക്കേണ്ട കാര്യമാണ്. നമ്മുടെ ഇരുത്തം പോലും, ഈ ഇരുത്തം ഇത് നമ്മൾ മറ്റെന്തെങ്കിലും ഉദ്ദേശിച്ചിട്ടാണെങ്കിൽ അള്ളാഹുവിന്റെ അടുക്കൽ അത് കയറിപ്പോവുകയില്ല. എന്നു മാത്രമല്ല അള്ളാഹു തആല നമ്മെ ശിക്ഷിക്കാൻ അതിന് കാരണമാകും. അള്ളാഹു നമ്മെ എല്ലാം കാത്തുരക്ഷിക്കുമാറാകട്ടെ. നോക്കൂ സഹോദരങ്ങളെ, ഇഖ്ലാസിനെ കുറിച്ച് അള്ളാഹു തആല പറയുന്നു, വമാ ഉമിറു, അവരോട് കൽപ്പിക്കപ്പെട്ടിട്ടില്ല, ഇല്ലാ ലിയഅബുദുല്ലാഹ്, ഇല്ലാ ലിയഅബുദുല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഇബാദത്ത് ചെയ്യാൻ വേണ്ടി. എങ്ങനെ ഇബാദത്ത് ചെയ്യണം? അവർ മുഖ്ലിസീന ലഹുദ്ദീൻ, ദീൻ അല്ലാഹു തആലക്ക് മാത്രമാക്കിക്കൊണ്ട്, ഇബാദത്തുകൾ റബ്ബിന് മാത്രം അർപ്പിച്ചുകൊണ്ട് ഇഖ്ലാസോടുകൂടി ഇബാദത്ത് ചെയ്യാനല്ലാതെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് കൽപ്പിച്ചിട്ടില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇഖ്ലാസ് ഉണ്ടായിരിക്കുക എന്നുള്ളത് മാത്രമാണ് നമുക്ക് അല്ലാഹുവിലേക്ക് അടുക്കാനുള്ള ഏക വഴി. ഇഖ്ലാസ് സഹോദരങ്ങളെ, അതിന് വിരുദ്ധമായിട്ടുള്ള കാര്യമാണ് ഷിർക്ക് എന്ന് പറയുന്നത്.
ഇഖ്ലാസിന് വിരുദ്ധമാണ് ഷിർക്ക്. ഇഖ്ലാസ് അത് പൂർണ്ണമായി മറ്റൊരാളിലേക്ക് ഇബാദത്തുകൾ നമ്മൾ അർപ്പിച്ചു കഴിഞ്ഞാൽ അത് ഷിർക്കുൻ അക്ബറാണ്. അള്ളാഹുവിന് കൊടുക്കേണ്ട ഇബാദത്തുകൾ മറ്റൊരാൾക്ക് ഒരാൾ അർപ്പിച്ചു കഴിഞ്ഞാൽ അത് ഷിർക്കുൻ അക്ബറാണ്. അയാൾ ദീനിൽ നിന്ന് തന്നെ പുറത്തു പോകും. ഇനി ഒരാൾ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ ഉദ്ദേശിക്കുന്നുണ്ട്, എന്നാൽ അതോടൊപ്പം തന്നെ ആളുകളുടെ പ്രശംസയും അതിൽ നിന്നും അത് അവൻ പ്രതീക്ഷിക്കുന്നുണ്ട് എങ്കിൽ ആ ഇബാദത്തുകൾ അള്ളാഹു തആല സ്വീകരിക്കുകയില്ല. ആ ഇബാദത്ത് പൊളിഞ്ഞു പോകുന്നതാണ്. നിസ്കാരമാകട്ടെ മറ്റേത് കാര്യമാകട്ടെ അത് ചെയ്യുക വഴി അള്ളാഹു തആലയെയും അവൻ ഉദ്ദേശിക്കുന്നുണ്ട്, അതല്ലാത്ത ആളുകളുടെ പ്രതീക്ഷയും അവരിൽ പ്രതീക്ഷയും അതുപോലെ തന്നെ അവരിൽ നിന്നും പ്രശംസയും അവൻ ഉദ്ദേശിക്കുന്നുണ്ട് എങ്കിൽ അള്ളാഹു തആല അത് സ്വീകരിക്കുകയില്ല. ഷിർക്കുൻ അസ്ഗർ എന്നാണ് പറയുക. ഇത് രണ്ടിൽ നിന്നും വിട്ടുനിന്നാൽ മാത്രമാണ് ഒരാളുടെ ഇബാദത്ത് അൽ ഇഖ്ലാസ് ആകുകയുള്ളൂ. ഇഖ്ലാസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സഹോദരങ്ങളെ, അത് നമ്മൾ ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതുകൊണ്ട് തന്നെ ഇഖ്ലാസിന് 2 റുക്കനുകളുണ്ട്. ഒന്ന് ഇസ്ബാത്തിന്റെ റുക്കൻ, എല്ലാം അള്ളാഹു തആലക്ക് വേണ്ടി. അതുപോലെ തന്നെ നഫീന്റെ ഒരു റുക്കനുണ്ട്, അള്ളാഹു അല്ലാത്ത ആളുകൾക്കുള്ള മുഴുവൻ കാര്യങ്ങളും അത് നിഷേധിക്കുക എന്നുള്ളത്. ഈ 2 കാര്യങ്ങളെ കൊണ്ട് അദ്ദേഹം ഈ എഴുത്തിൽ പറഞ്ഞത് കാണാം. ഇഖ്ലാസുദ്ദീൻ ലില്ലാഹി തആല വഹ്ദഹു ലാ ശരീക ലഹ്. വഹ്ദഹു അവന് മാത്രം എന്ന് പറയുന്നത് ഇസ്ബാത്തിന്റെ റുക്കനാണ്. ലാ ശരീക ലഹ് അവനിൽ യാതൊന്നും പങ്കു ചേർക്കാൻ പാടില്ല എന്ന് പറയുന്നത് നഫീന്റെ റുക്കനാണ്. അതായത് രണ്ടും പാടില്ല. അതായത് രണ്ടും നമുക്ക് വേണ്ടതുണ്ട്. ഒരാൾ ഇബാദത്തുകൾ അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് ചെയ്യുന്നു, പക്ഷേ അള്ളാഹു തആല അല്ലാത്ത ആളുകൾക്ക് ചെയ്യുന്നതിൽ നിന്നും അവൻ വിട്ടുനിൽക്കുന്നില്ലെങ്കിൽ ആ അള്ളാഹുവിന് മാത്രം ചെയ്യുന്ന ഇബാദത്തിൽ കൊണ്ട് യാതൊരു കാര്യവുമില്ല. ഒരാൾ അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യുന്നുണ്ട്, പക്ഷെ അള്ളാഹു അല്ലാത്ത ആളുകൾക്കും കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ അവർക്കും ലഭിക്കാമെന്നുള്ള കാര്യം അവൻ മനസ്സിൽ വെച്ച് പുലർത്തുന്നുണ്ടെങ്കിൽ ഈ അള്ളാഹുവിന് ചെയ്യുന്ന പ്രവർത്തനം പോലും സ്വീകരിക്കപ്പെടാതെ വരും. ഉദാഹരണത്തിന്, ഒരാൾ അള്ളാഹു തആലക്ക് വേണ്ടി നിസ്കരിക്കുന്നു, അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് വേണ്ടി റമളാനിൽ നോമ്പെടുക്കുന്നു, കൃത്യമായി സക്കാത്ത് അള്ളാഹു തആലക്ക് വേണ്ടി തന്നെ കൊടുക്കുന്നു, പക്ഷേ അവൻ അള്ളാഹു അല്ലാത്ത ആളുകളിലേക്ക് അവന്റെ പ്രാർത്ഥനകളും സഹായഘട്ടങ്ങളും തിരിക്കുകയാണെങ്കിലോ, ഖബറിന്റെ അടുക്കൽ പോയി അള്ളാഹു അല്ലാത്ത ആളുകളായ ഈ ഖബറിൽ കിടക്കുന്ന വലിയാകട്ടെ സാലിഹാകട്ടെ ആരുമാകട്ടെ അവരോട് പ്രാർത്ഥനയോ സഹായഘട്ടമോ നടത്തുകയാണെങ്കിലോ, സഹോദരങ്ങളെ, അള്ളാഹുവിന് വേണ്ടി അവൻ ചെയ്ത ഈ നിസ്കാരവും അള്ളാഹുവിന് വേണ്ടി അവൻ ചെയ്ത റമളാനിൽ നോമ്പും അള്ളാഹുവിന് മാർഗത്തിൽ അവൻ ചെലവഴിച്ച സമ്പത്തും എല്ലാം നഷ്ടപ്പെട്ടു പോകും. ഒന്നും ബാക്കിയുണ്ടാവുകയില്ല. മുഴുവൻ ഇബാദത്തുകളും അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് വേണ്ടി മാത്രമായിരിക്കണം. അതാണ് ഇഖ്ലാസ് എന്ന് പറയുന്നത്. ഇനി ആ ചെയ്യുന്ന ഓരോ പ്രവർത്തനവും വലുതാകട്ടെ ചെറുതാകട്ടെ റബ്ബിന്റെ വജ്ഹ് ഉദ്ദേശിച്ച് മാത്രം ചെയ്യണം. ഞാൻ വിശ്വസിക്കുന്നത് ഈ കൂട്ടത്തിലിരിക്കുന്ന ഒരാൾ പോലും അള്ളാഹു അല്ലാത്ത ആളുകളോട് പ്രാർത്ഥിക്കുന്ന, സഹായം തേടുന്ന, ഇബാദത്തുകളിൽ എന്തെങ്കിലും ഒന്ന് അർപ്പിക്കുന്ന ആളുകൾ ഉണ്ടായിരിക്കുകയില്ല. എന്നാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് ചെയ്യുന്ന ഇബാദത്തുകളിൽ റിയാ കടന്നു വരുന്നുണ്ടോ, ആളുകളെ കാണിക്കാനുള്ള ഒരു പ്രവണത കടന്നു വരുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ ശരിക്കും ശ്രദ്ധിക്കണം. അത് നിസ്സാരമാണ് നമ്മൾ വിചാരിക്കരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഉമ്മത്തിൽ ഏറ്റവും ഭയപ്പെടുന്ന ഒരു കാര്യമായിട്ട് അത് പറഞ്ഞിട്ടുണ്ട്. അഖ്വഫു മാ അഖാഫു അലൈക്കും മിൻ ഉമ്മത്തി അശ്ശിർകുൽ ഖഫി ഔ കമാ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ഉമ്മത്തിൽ ഏറ്റവും കൂടുതൽ ഞാൻ ഭയപ്പെടുന്നത് ഗോപ്യമായ ശിർക്കാണ്. ഗോപ്യമായ ശിർക്കാണ്. നമ്മളൊക്കെ ശ്രദ്ധിക്കണം. നമ്മൾ മുൻഗാമികളായ ആളുകൾ ഈ കാര്യത്തിൽ വളരെയധികം ശ്രദ്ധിച്ചിരുന്നു. അവരേറ്റവും കൂടുതൽ ശ്രദ്ധിച്ചിരുന്നതാണ്. നിസ്സാരമായ ഒരു പ്രവർത്തനത്തിന് പോലും അത് പോകുന്നതിന് മുമ്പ് അവരൊന്ന് നിർത്തി മനസ്സ് ചിന്തിക്കും, എന്തിനാണ് ഇതിന് പോകുന്നത്, എന്താണ് ഞാൻ ചെയ്യുന്നത്, എന്തിനാണ് ഞാൻ പോകുന്നത്, ആർക്കു വേണ്ടിയാണ് ചെയ്യുന്നത്, ഇതൊക്കെ കൃത്യമായി ചിന്തിക്കണം. എന്നാലാണ് അള്ളാഹു തആലയുടെ അടുക്കൽ അത് സ്വീകാര്യമാവുകയുള്ളൂ എന്നാണ്. പിന്നീട് നോക്കൂ, അദ്ദേഹം ഈ കാര്യത്തിൽ പറഞ്ഞു ഇതിനെതിരായിട്ടുള്ള കാര്യം അത് ഷിർക്കായ കാര്യം, അള്ളാഹു തആലയിൽ പങ്കുചേർക്കുക എന്നുള്ള കാര്യം. ഇനി ഖുർആനിൽ വ്യത്യസ്ത രൂപങ്ങളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ അടിസ്ഥാനത്തെക്കുറിച്ച് വിശദീകരിച്ചിട്ടുണ്ട്. യഫ്ഹമുഹു, അത് മനസ്സിലാക്കാൻ സാധിക്കും. ആർക്ക്? അബ്ലദുൽ ആമ്മ, പൊതുജനങ്ങൾ എന്ന് മാത്രമല്ല പറഞ്ഞത്, ആ പൊതുജനങ്ങളിൽ അബ്ലദായവൻ. ബലീദ് എന്ന് പറഞ്ഞാൽ അല്പം ബുദ്ധിക്ക് കുറവുള്ളവൻ, അല്ലെങ്കിൽ പെട്ടെന്നൊന്നും മനസ്സിലാക്കാൻ സാധിക്കാത്തവനെന്നാണ്. മണ്ടന്മാരെന്നോ അല്ലെങ്കിൽ ബുദ്ധി കുറവുള്ളവനെന്നൊക്കെ ആളുകൾക്ക് പറയുന്ന ആളുകൾ, അവർക്ക് പോലും കൃത്യമായി മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല വ്യത്യസ്ത രൂപങ്ങളിൽ ഇത് ഖുർആനിൽ വിശദീകരിച്ചിട്ടുണ്ട്. മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹി പോലുള്ള പണ്ഡിതന്മാർ ഖുർആൻ മുഴുവനും തൗഹീദാണ്. ഖുർആൻ ഭൂരിഭാഗം തൗഹീദാണെന്നല്ല, ഖുർആൻ മുഴുവനും തൗഹീദാണ് എന്നാണ്. അധികം എന്ന് പറഞ്ഞാൽ പോലും ഖുർആൻ മുഴുവനും തൗഹീദാണ്. തൗഹീദില്ലാത്ത, തൗഹീദിനെ കുറിച്ച് പരാമർശിക്കാത്ത ഒരു സൂറത്ത് പോലും ഖുർആനിൽ നമുക്ക് കാണാൻ സാധിക്കുകയില്ല. സൂറത്തുൽ ഫാത്തിഹ എടുക്കട്ടെ, സൂറത്തുൽ ബഖറ എടുക്കട്ടെ, ആലു ഇമ്രാൻ എടുക്കട്ടെ, നിസാ എടുക്കട്ടെ, നിങ്ങൾ അങ്ങനെ പോയി സൂറത്തുൻ നാസ് വരെ എത്തിയാൽ എല്ലാ സൂറത്തിലും തൗഹീദിനെ കുറിച്ച് പരാമർശിക്കാതെയില്ല.
തൗഹീദിനെ കുറിച്ച് പരാമർശിക്കുക എന്ന് പറഞ്ഞാൽ പണ്ഡിതന്മാർ പറഞ്ഞു, ഒന്നുകിൽ നേർക്ക് നേരെ തൗഹീദിലേക്കുള്ള ക്ഷണമായിരിക്കും. ഉഅ്ബുദു റബ്ബക്കും, ഖുർആനിലെ ആദ്യത്തെ കൽപ്പനയാണ്. യാ അയ്യുഹന്നാസ് ഉഅ്ബുദു റബ്ബക്കും, ജനങ്ങളെ നിങ്ങൾ നിങ്ങളുടെ റബ്ബിനെ ഇബാദത്ത് ചെയ്യണം. ഖുർആനിൽ നിങ്ങൾ മുസ്ഹഫ് എടുത്ത് നോക്കിയാൽ ആദ്യം സൂറത്തുൽ ഫാത്തിഹ മുതൽ ഇങ്ങനെ കൈവച്ച് ഓതിയാൽ ആദ്യമായി കാണുന്ന കൽപ്പന, അള്ളാഹു നമ്മോട് എന്തെങ്കിലും ഒരു കാര്യം കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ കൽപ്പന റബ്ബിനെ മാത്രം ഇബാദത്ത് ചെയ്യുക എന്നുള്ളതാണ്. അവിടുന്ന് ആദ്യം വിലക്കിയത്, അള്ളാഹു തആല ആദ്യം വിലക്കിയത് നിങ്ങൾ ശിർക്ക് ചെയ്യാൻ പാടില്ല. വലാ തജ്അലു ലില്ലാഹി അൻദാദ, നിങ്ങൾ അള്ളാഹുവിനെ സമന്മാരാക്കാൻ പാടില്ല. ശിർക്ക് ചെയ്യരുത്, അള്ളാഹുവിനെ പോലെ നിങ്ങൾ കാണാൻ പാടില്ല. വളരെ കൃത്യമായി അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. അപ്പൊ ഖുർആനിൽ എങ്ങനെ നോക്കിയാലും ഒന്നുകിൽ തൗഹീദ് അത് കൽപ്പിച്ചുകൊണ്ടാണ്, അല്ലെങ്കിൽ അതിന് വിരുദ്ധമായ ഷിർക്കിൽ നിന്ന് നമ്മൾ താക്കീത് ചെയ്തുകൊണ്ടാണ്. അതല്ലെങ്കിൽ തൗഹീദുള്ളവർക്കുള്ള പര്യവസാനത്തെക്കുറിച്ചും അതിന്റെ വർണ്ണനകളെക്കുറിച്ചും ഖുർആനിൽ ആയത്തുകളുണ്ട്. സ്വർഗത്തെക്കുറിച്ച്, ആർക്കാണ് സ്വർഗം? സ്വർഗം എന്ന് പറയുന്നത് അത് തൗഹീദുള്ള ആളുകൾക്ക് മാത്രമുള്ള കാര്യമാണ്. സ്വർഗത്തിൽ മുവഹിദുകളല്ലാത്ത ഒരാളും പ്രവേശിക്കുകയില്ല. നരകത്തിൽ മുവഹിദുകൾ പ്രവേശിക്കും, തിന്മകളുള്ള ആളുകൾ നരകത്തിൽ പ്രവേശിക്കും. പിന്നീട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് തിന്മകൾക്കുള്ള ശിക്ഷ അത് നടപ്പാക്കിയാൽ തൗഹീദ് ഉണ്ടെങ്കിൽ അവൻ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കും. തൗഹീദ് ഇല്ലാത്തവന് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗം ഹറാമാക്കിയിരിക്കുന്നു. ഇന്നഹു മയ്യുശ്രിക് ബില്ലാഹ്, ആരാണ് അല്ലാഹു തആലയിൽ പങ്കുചേർക്കുന്നത്, ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന, അവൻ അല്ലാഹു തആല സ്വർഗം ഹറാമാക്കിയിരിക്കുന്നു. വമഅവാഹുൻ നാർ, അവന്റെ സങ്കേതം നരകമാണ്. വമാ ലിദ്ദാലിമീന മിൻ അൻസാർ, ഇത്തരം അക്രമകാരികളായ ശിർക്ക് ചെയ്യുന്ന ആളുകൾക്ക് അള്ളാഹുവിന്റെ സഹായമൊന്നും അവിടെ ലഭിക്കുകയില്ല എന്ന്. അപ്പൊ ഖുർആനിൽ തൗഹീദിനെ കൽപ്പിച്ചുകൊണ്ട് അതിന് വിരുദ്ധമായ ശിർക്കിൽ നിന്ന് വിലക്കിക്കൊണ്ട് തൗഹീദിന്റെ ആളുകൾക്ക് ലഭിക്കുന്ന പര്യവസാനത്തെക്കുറിച്ച്, തൗഹീദുള്ള ആളുകളെ കുറിച്ചുള്ള വിശേഷങ്ങൾ പറഞ്ഞുകൊണ്ട്, നരകക്കാരുടെ സ്വഭാവങ്ങൾ പറഞ്ഞുകൊണ്ട്, ഇതാണ് ഖുർആൻ മുഴുവനുമുള്ളത്. നിങ്ങൾ ഏതൊരു സൂറത്തും എടുത്തു നോക്കൂ, അതാണ് അദ്ദേഹം ഇവിടെ പറഞ്ഞത്. തൗഹീദിനെ കുറിച്ച് മാത്രമാണ് ഖുർആനിലുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന്മാരെ വ്യത്യസ്ത നാടുകളിലേക്കും ഉമ്മത്തിലേക്കും അയച്ചത് തന്നെ റബ്ബിനെ മാത്രം ഇബാദത്ത് ചെയ്യാനാണ്, അത് പറയാനാണ്. അല്ല മനുഷ്യരെ പടച്ചതിന്റെ ലക്ഷ്യം അല്ലാഹു തആല എന്താണ് ഖുർആനിൽ പറഞ്ഞത്? അതല്ലാത്ത മറ്റെന്തെങ്കിലും അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ടോ നിങ്ങളെ പടച്ചതിന്റെ ലക്ഷ്യം ഇതായിട്ട്? ഇല്ല. വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ, ജിന്നുവർഗത്തെയും മനുഷ്യവർഗത്തെയും ഈ രണ്ട് വിഭാഗങ്ങളാണ് മുക്കല്ലഫീങ്ങളായിട്ടുള്ളത്. അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ, നന്മയും തിന്മയും ഒക്കെ പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യം എന്ന് വെച്ചാൽ അതിനുള്ള കഴിവ് നൽകിയിട്ടുള്ളത് ഈ രണ്ട് വിഭാഗമാണ്. മലക്കുകൾക്ക് അതില്ല. മലക്കുകൾ അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യൽ മാത്രമേ ഉള്ളൂ. മലക്കുകൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ധിക്കരിക്കുന്ന ഒരു പ്രവൃത്തി അവർക്ക് ചെയ്യാൻ സാധിക്കില്ല, അവർ ചെയ്യുകയുമില്ല. എന്നാൽ ജിന്നുകൾക്കും മനുഷ്യന്മാർക്കും അള്ളാഹു തആല രണ്ടും കാണിച്ചു തന്നു, നന്മയും തിന്മയും കാണിച്ചു തന്നു. എന്നിട്ട് അവരുടെ ജീവിത ലക്ഷ്യത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്തി. വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ്, മനുഷ്യവർഗത്തെയും ജിന്നുവർഗത്തെയും നാം പടച്ചിട്ടില്ല, ഇല്ലാ ലിയഅ്ബുദൂൻ, എന്നെ മാത്രം ഇബാദത്ത് ചെയ്യാനല്ലാതെ, എന്റെ മാത്രം ഇബാദത്ത് ചെയ്യുക, അതാണ് ജീവിതത്തിന്റെ ലക്ഷ്യമായി അല്ലാഹു തആല പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. അപ്പോൾ എന്തിനാണ് നമ്മുടെ ജീവിത ലക്ഷ്യം? തൗഹീദാണ്. ഈ ലക്ഷ്യം ഇങ്ങനെ ആയിരിക്കെ തന്നെ ഈ ലക്ഷ്യത്തെക്കുറിച്ച് മനസ്സിലാക്കാത്ത ആളുകൾ അധികം ആളുകൾക്കും അറിയുന്നില്ല. അല്ലാഹു തആല പറഞ്ഞു എല്ലാ അമ്പിയാക്കളെയും ആ ഉമ്മത്തിൽ, അതായത് ഈ ഉമ്മത്തിന്റെ ലക്ഷ്യം മാത്രമല്ല പറഞ്ഞത്, എല്ലാ ഭൂമിയിലുള്ള മുഴുവൻ മനുഷ്യരെയും അല്ലാഹു തആല പടച്ചത് അല്ലാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യാനാണ്. അതുകൊണ്ടാണല്ലോ അമ്പിയാക്കളോട് അത് കൽപ്പിക്കാൻ പറഞ്ഞത്. വലഖദ് ബഅസ്നാ ഫീ കുല്ലി ഉമ്മത്തിൻ റസൂല, തീർച്ചയായും എല്ലാ ഉമ്മത്തിലേക്കും ഞാൻ പ്രവാചകന്മാരെ നിയോഗിച്ചിട്ടുണ്ട്. എന്താണ് അവർ പറയാൻ? അനിഅ്ബുദുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യണം. വജ്തനിബുത് താഗൂത്ത്, അല്ലാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്ന സകലതും എല്ലാം താഗൂത്തുകളാണ്, അതിനെ നിങ്ങൾ ഒഴിവാക്കണം എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് എന്നാണ്. അപ്പോൾ എല്ലാ സ്ഥലത്തും സഹോദരങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ ദീനിലും, അത് മുൻപുണ്ടായിരുന്ന യഹൂദികൾക്ക് ഉണ്ടായിരുന്നതാകട്ടെ നസ്രാണികൾക്ക് ഉണ്ടായിരുന്നതാകട്ടെ സകല ദീനിലും അല്ലാഹു തആല നിയമമാക്കിയിട്ടുള്ളത് റബ്ബിനെ മാത്രം ഇബാദത്ത് ചെയ്യാനാണ്. നമ്മൾ ഓരോ പ്രാവശ്യവും സൂറത്തുൽ ഫാത്തിഹയിൽ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. റബ്ബേ, നിന്നോട് മാത്രമേ നമ്മൾ പ്രാർത്ഥിക്കുകയുള്ളൂ, നിന്നെ മാത്രമേ ഞങ്ങൾ ഇബാദത്ത് ചെയ്യുകയുള്ളൂ, സഹായം തേടുന്നതും നിന്നോട് മാത്രമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോ നിസ്കാരത്തിലും നമ്മളെ കൊണ്ട് പറയിപ്പിക്കുന്നുണ്ട്. അത് പറയാത്ത, ഫാത്തിഹ ഓതാത്തവൻ നിസ്കാരമില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചു തന്നിട്ടുണ്ട്. ഈ പറഞ്ഞത് സഹോദരങ്ങളെ എത്രയും കാര്യങ്ങൾ പറഞ്ഞത്, ഈ അടിസ്ഥാനം എന്ന് പറയുന്നത് അത്രയും വിശദീകരിച്ചിട്ടുണ്ടെന്ന് പറയാനാണ്. അത് ഓരോന്നും വിശദീകരിക്കുന്നില്ല, വിശദമായി വിശദീകരിക്കുന്നില്ല. മറിച്ച് ഈ അടിസ്ഥാനം ഇങ്ങനെയെല്ലാം അല്ലാഹു തആല പറഞ്ഞു, ഇത്രയും കൃത്യമായി അല്ലാഹു തആല പറഞ്ഞു. എന്നിട്ടും എന്താണ് അവസ്ഥ? ഈ പറഞ്ഞതോ എല്ലാവർക്കും മനസ്സിലാക്കുന്ന കാര്യത്തിൽ യഫ്ഹമുഹു അബ്ലദുൽ അമ്മ, ആർക്കാണ് ഈ ആയത്ത് മനസ്സിലാക്കാൻ സാധിക്കാതിരിക്കുക? ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, നിന്നെ മാത്രം ഞങ്ങൾ ഇബാദത്ത് ചെയ്യുന്നു,
നിന്നോട് മാത്രം ഞങ്ങൾ സഹായം ചോദിക്കുന്നു എന്ന് പറഞ്ഞാൽ ഏത് വിവരദോഷിക്കാണ് അതിൽ തെറ്റിപ്പോകാൻ സാധിക്കും? എല്ലാവർക്കും മനസ്സിലാക്കുന്ന കാര്യമാണ്. റബ്ബിനെ മാത്രം ഇബാദത്ത് ചെയ്യുക എന്ന് പറഞ്ഞാൽ വേറൊരാൾക്കും ചെയ്യാൻ പാടില്ല എന്നാണ്. ഉഅ്ബുദു റബ്ബക്കും, റബ്ബിനോട് ഇബാദത്ത് ചെയ്യുക, നിങ്ങളെ പടച്ചത് എന്നെ ഇബാദത്ത് ചെയ്യാൻ വേണ്ടി മാത്രം. എല്ലാം പറഞ്ഞു, നിങ്ങളോട് കൽപ്പിച്ചിട്ടുള്ള എനിക്ക് ഇഖ്ലാസോടുകൂടി ഇബാദത്ത് ചെയ്യാൻ വേണ്ടി മാത്രം. സ്വർഗം അള്ളാഹു അല്ലാതെ ഇബാദത്ത് ചെയ്യുന്ന ആളുകൾക്ക് നിഷിദ്ധമാക്കിയിരിക്കുന്നു. നരകത്തിൽ മുശ്രിക്കുകളെ കൊണ്ട് നിറച്ചിരിക്കുന്നു. ഇതെല്ലാം അല്ലാഹു തആല പറഞ്ഞിട്ടും, എല്ലാവർക്കും മനസ്സിലാകുന്ന രൂപത്തിൽ പറഞ്ഞിട്ടും, സുമ്മ ലമ്മാ സാറ അലാ അക്സറിൽ ഉമ്മ അലാ മാ സാർ, ഉമ്മത്ത് ഈ അവസ്ഥയിൽ എത്തിയപ്പോൾ, ദീനിന്റെ അധ്യാപനങ്ങളും കൈയൊഴിഞ്ഞിട്ട് ഉമ്മത്ത് ഈ ഒരു അവസ്ഥയിൽ എത്തിയപ്പോൾ ഇപ്പോൾ എന്താണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഇപ്പോൾ എന്താണ് അവസ്ഥ? അൽഹറ ലഹുമുശ് ശൈത്താൻ, പിശാച് അവർക്ക് തോന്നിപ്പിച്ചു കൊടുക്കുകയാണ്. അൽ ഇഖ്ലാസ്, ഇഖ്ലാസ് എന്ന് പറഞ്ഞാൽ ഫി സൂറത്തി തനഖുസി സ്വാലിഹീൻ വ തഖ്സീരി ഫി ഹുഖൂഖിഹിം, സാലിഹീങ്ങളായ ആളുകളുടെ ഹക്കിൽ കുറവ് വരുത്തലും അവരോട് മോശമായി അവരെ പരിഗണിക്കലും അവരുടെ ബാധ്യതകളിലൊക്കെ കുറവ് വരുത്തലൊക്കെയാണ് ഇഖ്ലാസ്. അതായത് നമ്മൾ തൗഹീദ് എന്ന് പറഞ്ഞുകൊണ്ട് ഖബറിലുള്ളവരോട് നിങ്ങൾ പ്രാർത്ഥിക്കാൻ പാടില്ല, ഖബറിലുള്ളവരോട് സഹായം തേടാൻ പാടില്ല, അവരുടെ അടുക്കലല്ല ആവശ്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പോകേണ്ടത് എന്ന ഇഖ്ലാസിന്റെ വാചകം പറയുമ്പോൾ അവർ പറയുന്നല്ല, നിങ്ങൾ എന്താണ് ഈ പറയുന്നത്? സാലിഹീങ്ങളുടെ ഹക്കിലാണ് കുറവ് വരുത്തുന്നത്. അവർ മനസ്സിലാക്കിയിരിക്കുന്നത് സാലിഹീങ്ങളോടുള്ള ഹക്കിൽപ്പെട്ടതാണ് അവരുടെ ഖബറിന്റെ അടുക്കൽ പോകുക, ഖബറിൽ പോയി ഒന്നുകിൽ നേരിട്ട് അവരോട് ചോദിക്കുക, അല്ലെങ്കിൽ അവരെ മുൻനിർത്തിക്കൊണ്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക, അവരെ തൃപ്തിപ്പെടുന്നതിന് വേണ്ടി വ്യത്യസ്ത ഇബാദത്തുകൾ അവിടെ ചുറ്റും നിർവഹിക്കുക, കൃത്യം ആണ്ടുകൾ നടത്തുക, ഉറൂസുകൾ നടത്തുക. എല്ലാം എന്തിനു വേണ്ടിയിട്ടാണ്? എല്ലാം എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ചാൽ ഈ ഖബറിലുള്ള വ്യക്തിയെ നമ്മൾ തൃപ്തിപ്പെടുത്തിയാൽ ഖബറിലുള്ള വ്യക്തി നാളെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കലേക്ക് നമുക്ക് ശുപാർശകരായി നമ്മെ അടുപ്പിക്കുന്നവരായി ഉണ്ടാകുമെന്നാണ്. അപ്പൊ ഇത് ചെയ്യാൻ പാടില്ല. ഖുർആനിൽ മുഴുവനും ഇതിന് വിലക്കാണ്. ആദ്യകാല മുശ്രിക്കുകളും ഈ ഖബറിലുള്ള ആളുകളോട് ചോദിച്ചത് ഇതേ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ്, അല്ലാഹു തആലയുടെ അടുക്കലേക്ക് ശുപാർശകരായി ഉണ്ടാകാൻ, അല്ലെങ്കിൽ അല്ലാഹുവിലേക്ക് അടുപ്പിക്കാൻ. ഇത് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അവർ പറയുന്ന മറുപടി എന്താണ്? പിശാച് അവർക്ക് തോന്നിച്ചു കൊടുക്കുന്നത് എന്താണ്? ഇഖ്ലാസ് എന്ന് പറഞ്ഞാൽ ഇത് സാലിഹീങ്ങളോടുള്ള ബാധ്യതകളിൽ വീഴ്ച വരുത്തലാണ്, അവരുടെ ഹക്കിൽ കൊടുക്കേണ്ട വീഴ്ച വരുത്തലാണ് എന്നാണ്. ഈ പറയുന്ന കാര്യം മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹ് പറഞ്ഞത് എത്ര സത്യമാണ് എന്നുള്ളത് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കുന്ന ആളുകളാണ് നമ്മൾ. കാരണം നമ്മളിത് കേട്ടുകൊണ്ടിരിക്കുന്നതാണ്. സാലിഹായ ഒരു വ്യക്തിയുടെ ഖബറാകട്ടെ അല്ലാത്തതാകട്ടെ അതിലേക്ക് പോകാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ഇവർക്ക് ഔലിയാക്കളെ ബഹുമാനമില്ല, ഔലിയാക്കളെ സ്നേഹിക്കാത്ത ആൾക്കാരാണ്, ഔലിയാക്കളോട് കൊടുക്കേണ്ട ഹക്കില്ല, അവരുടെ ഹക്കിൽപ്പെട്ടതാണ് അവരോട് ചോദിക്കുക, അവരോട് സഹായം തേടുക എന്നാണ് അവർ വാദിക്കുന്നത്. എന്നിട്ടോ അൽഹറ ലഹുമുശ് ശിർക്കു ബില്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ പങ്കു ചേർക്കുന്ന കൊടിയ ശിർക്കായ അവന് പുറമെയുള്ള ആരാകട്ടെ അവരോട് ഇബാദത്തുകൾ അർപ്പിക്കുക എന്നുള്ള കാര്യത്തിന് ഫി സൂറത്തി മഹബ്ബത്തി സ്വാലിഹീൻ വത്തിബാഇഹിം, സാലിഹീങ്ങളെ സ്നേഹിക്കുന്നതും സാലിഹീങ്ങളെ പിന്തുടരുന്നതുമായിട്ടാണ് അവതരിപ്പിക്കുന്നത്. ഇപ്പൊ ഷിർക്ക് എന്ന് പറഞ്ഞാൽ അത് അങ്ങനെയാണ് അവരത് ഷിർക്ക്, അതാണ് സാലിഹീങ്ങളെ സ്നേഹിക്കുക, സാലിഹീങ്ങളെ പിന്തുടരുക എന്നുള്ള കാര്യമാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഷിർക്കായി തീർന്നിരിക്കുന്നത്. എത്ര വലിയ അബദ്ധത്തിലാണ് സഹോദരങ്ങളെ ഈ ആളുകൾ എത്തിപ്പോയിട്ടുള്ളത്. ഈ അടിസ്ഥാനം മനസ്സിലാക്കാത്തതാണ് ബഹുഭൂരിപക്ഷം ആളുകളും അവർ ഈ പിഴവിൽ പോയിട്ടുള്ളത് എന്ന കാര്യമാണ് അദ്ദേഹമോട് ഉണർത്തിയിട്ടുള്ളത്. ഈ കാര്യം സഹോദരങ്ങളെ തൗഹീദുമായി ബന്ധപ്പെട്ട കാര്യം നമ്മൾ വിശദമായി പഠിക്കേണ്ട കാര്യമാണ്. നമ്മൾ അതിന്റെ പ്രധാനപ്പെട്ട അടിസ്ഥാനങ്ങൾ മാത്രമാണ് പറഞ്ഞു പോകുന്നത്. രണ്ടാമത്തെ അസ്ൽ നോക്കൂ, അൽ അസ്ലു ത്സാനി, രണ്ടാമത്തെ അടിസ്ഥാനം അദ്ദേഹം പറയുന്നു, അമറ അല്ലാഹു ബിൽ ഇജ്തിമാഇ ഫിദ്ദീൻ വനഹാ അനി തഫറുഖ് ഫീഹി. അല്ലാഹു സുബ്ഹാനഹു വ തആല ദീനിൽ ഒരുമിക്കാൻ വേണ്ടി നമ്മോട് കൽപ്പിച്ചിട്ടുണ്ട്. ദീനിന്റെ പേരിൽ ഒരുമിക്കണം. വനഹാ അനി തഫറുഖ് ഫീഹി, ഭിന്നിപ്പുണ്ടാക്കുക എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല അത് വിലക്കിയിട്ടുണ്ട്. ഫബയ്യന അല്ലാഹു ഹാദാ ബയാനൻ ഷാഫിയൻ തഫഹമുൽ അവാം. ഇതും അതുപോലെ തന്നെ വളരെ വ്യക്തമായ വിശദീകരണം അല്ലാഹു സുബ്ഹാനഹു വ തആല സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, നിങ്ങൾ ഒരുമിക്കണം, ഐക്യപ്പെടേണ്ടവരാണ്, മുസ്ലിം ഉമ്മത്ത് ഐക്യപ്പെടേണ്ടവരാണ്, ഭിന്നിക്കാൻ പാടില്ല എന്ന കാര്യം അല്ലാഹു തആല ഏതൊരു സാധാരണക്കാരന് മനസ്സിലാകുന്ന രൂപത്തിൽ അല്ലാഹു തആല പറഞ്ഞു. വനഹാന, നമ്മോട് വിലക്കുകയും ചെയ്തു, അൻ നകൂന കല്ലദീന തഫറഖു വഖ്തലഫു ഖബ്ലന ഫഹലകു, നമ്മൾക്ക് മുമ്പുണ്ടായിരുന്ന യഹൂദ നസ്രാണികൾ അവർ ഭിന്നിക്കുകയും അങ്ങനെ ഭിന്നഭിപ്രായത്തിലായി നശിക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ നിങ്ങളാകരുത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അത് നമ്മോട് വിലക്കുകയും ചെയ്തു. വദക്കറ അന്നഹു അമറൽ മുസ്ലിമീന ബിൽ ഇജ്തിമാഇ ഫിദ്ദീൻ, മുസ്ലിമീങ്ങളോട് ദീനിൽ ഒരുമിച്ച് നിൽക്കണം. വനഹാഹും അനി തഫറുഖു ഫീഹി, അതിൽ വിട്ടുപോകാൻ പാടില്ല, ഭിന്നിക്കാൻ പാടില്ല. ഇതിനെ തൊട്ടൊക്കെ അല്ലാഹു തആല വിലക്കി. വയസീദുഹു വുളൂഹൻ മാ വറദത് ബിഹി സുന്ന മിനൽ അജബിൽ ഉജാബി ഫീ ദാലിക്, ഇതിനോടൊപ്പം ഖുർആനിൽ തന്നെ ഇത് വ്യക്തമാണ്.
അതിനോടൊപ്പം സുന്നത്തിൽ കൂടുതൽ വ്യക്തതയ്ക്ക് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല സുന്നത്തിലൂടെ അതിനൊക്കെ വിശദീകരിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സംസാരമായ ഹദീസിലൂടെ അതൊക്കെ വിശദീകരിച്ചു. സുമ്മ പിന്നീട് സാറൽ അംറു ഇലൽ ഇഫ്തിറാഖി ഫി ഉസൂലിദ്ദീൻ വ ഫുറൂഇഹി ഹുവൽ ഇൽമ വൽ ഫിഖ്ഹ ഫിദ്ദീൻ. പിന്നീട് ദീനിന്റെ അടിസ്ഥാനങ്ങളിലാകട്ടെ, വിശ്വാസകാര്യങ്ങളിലാകട്ടെ, ആചാര കർമ്മങ്ങളിലാകട്ടെ അതിൽ ഭിന്നിക്കുക എന്ന് പറയുന്നത് അതാണ് യഥാർത്ഥത്തിൽ ഇൽമും അതാണ് ദീനിലുള്ള ഫിഖ്ഹുമായിട്ട് ആളുകൾ പഠിപ്പിക്കാൻ തുടങ്ങി. വസാറൽ ഇജ്തിമാഉ ഫിദ്ദീൻ, ദീനിൽ ആരെങ്കിലും ഒരുമിക്കണം എന്ന് പറഞ്ഞാൽ ലാ യഖൂലുഹു ഇല്ലാ സിന്ദീഖുൻ ഔ മജ്നൂൻ, ബുദ്ധി നഷ്ടപ്പെട്ട ഒരു മജ്നൂനോ ദീൻ നഷ്ടപ്പെട്ട സിന്ദീഖോ അല്ലാതെ ഇത് പറയുകയില്ല എന്നവർ പറയാൻ തുടങ്ങിയെന്നാണ്. ഇതാണ് ഇതിന്റെ അർത്ഥം. സഹോദരങ്ങൾ, എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഈ അടിസ്ഥാനം എന്ന് പറയുന്നത് ദീനിൽ നമ്മൾ ഒരുമിക്കുക, അതിൽ ഭിന്നിപ്പുണ്ടാക്കാൻ പാടില്ല എന്നുള്ളതാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ദീനിൽ നമ്മൾ ഭിന്നിക്കാൻ പാടില്ല എന്നുള്ളത്. ഇത് പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് തലയിൽ ചിന്തകൾ വരുന്നുണ്ടാകും. ഭിന്നതകൾ ഉണ്ടല്ലോ, നമ്മളെല്ലാവരും ഒരുമിച്ചല്ലല്ലോ, പല കാര്യങ്ങളും ആളുകൾ ചിന്തിക്കുന്നുണ്ടാകും. ഇതിന്റെ അടിസ്ഥാനങ്ങൾ ചിലത് മനസ്സിലാക്കിയാൽ ആരാണ് ഭിന്നിപ്പിന്റെ ആളുകൾ, ആരാണ് ഐക്യത്തിന്റെ ആളുകൾ എന്ന് നമുക്ക് വളരെ കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും. നോക്കൂ, അല്ലാഹു സുബ്ഹാനഹു വ തആല എവിടെയാണ് കൃത്യമായി ഭിന്നിക്കാൻ പാടില്ല, ഐക്യപ്പെടണമെന്ന് പറഞ്ഞത്? അല്ലാഹു തആല പറഞ്ഞു, വഅ്തസിമു ബിഹബ്ലില്ലാഹി ജമീഅൻ വലാ തഫറഖു. നിങ്ങൾ അല്ലാഹുവിന്റെ കയറിൽ നിങ്ങൾ മുറുകെ പിടിക്കുക, മുഴുവൻ ആളുകളും. വലാ തഫറഖു, നിങ്ങൾ ഭിന്നിച്ചു പോകാൻ പാടില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. അതുപോലെ അവൻ പറഞ്ഞു, വലാ തകൂനു, നിങ്ങളായി തീരാൻ പാടില്ല, കല്ലദീന തഫറഖു വഖ്തലഫു മിൻ ബഅദി മാ ജാഅഹുമുൽ ബയ്യിനാത്ത്, വ്യക്തമായ തെളിവുകൾ വന്നെത്തിയതിനു ശേഷവും ഭിന്നിച്ചുകൊണ്ട് ഭിന്ന കക്ഷികളായി തീർന്ന ആളുകളുടെ കൂട്ടത്തിൽ നിങ്ങളായി പോകാൻ പാടില്ല. ഉലൈക ലഹും അസാബുൻ അളീം, അങ്ങനെ നിങ്ങളായാൽ അവർക്ക് മഹത്തായ വേദനയേറിയ വമ്പിച്ച ശിക്ഷയുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. വേറെ ആയത്തുകളിൽ കാണാം, ശറഅ ലക്കും മിനദ്ദീനി മാ വസ്സാ ബിഹി നൂഹൻ വല്ലദീ ഔഹൈനാ ഇലൈക വമാ വസ്സൈനാ ബിഹി ഇബ്രാഹിമ മൂസ വഈസ. നിങ്ങൾക്ക് ദീനിൽ അല്ലാഹു തആല നിയമമാക്കിയിരിക്കുന്നു. ഇത് നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമിന് അല്ലാഹു തആല വസിയത്ത് ചെയ്ത കാര്യമാണ്. അതുപോലെ തന്നെ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിനും മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിനും ഈസ അലൈഹിസ്സലാത്തു വസ്സലാമിനും ഒക്കെ വസിയത്ത് ചെയ്ത കാര്യമാണ്. എന്താണ് കാര്യം? അന്നഖീമുദ്ദീന വലാ തതഫറഖു ഫീ, നിങ്ങൾ ദീൻ അത് പാലിക്കണം, ഇഖാമത്തുദ്ദീൻ, ദീൻ നടപ്പാക്കണം, അതിൽ ഭിന്നിക്കാൻ പാടില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യക്തമാക്കുകയുണ്ടായി. എന്ന് നോക്കൂ സഹോദരങ്ങളെ, ശരീഅത്തിന്റെ നിയമങ്ങൾ നോക്കിയാൽ ഹദീസുകളിൽ കാണാൻ സാധിക്കും, ഭിന്നിക്കാൻ പാടില്ല എന്ന് നേർക്കുനേരെ പറയുക എന്നത് മാത്രമല്ല, അനവധി നിരവധി കാര്യങ്ങളെ തൊട്ട് ദീനുൽ ഇസ്ലാമിൽ ഹറാമാക്കിയത് തന്നെ പരസ്പരം ഭിന്നിപ്പുണ്ടാകാൻ പാടില്ല എന്ന ഏറ്റവും വലിയ അടിസ്ഥാനം അത് പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. എന്തിനാണ് ഗൈബത്തും നമീമത്തും ഒക്കെ ഹറാമാക്കിയിട്ടുള്ളത്? ഗൈബത്തും നമീമത്തും പരസ്പരമുള്ള ഭിന്നതകൾക്ക് ഉണ്ടാക്കുന്ന കാര്യമാണ്. ഒരുവൻ മറ്റൊരുവന്റെ കുറ്റം പറയുക, മറ്റൊരുവന്റെ അടുത്ത് ഒരു കാര്യം പറഞ്ഞ് അത് തന്നെ ഇപ്പുറത്തും പറഞ്ഞ് പരസ്പരം തെറ്റിക്കുക, ഭിന്നിപ്പുകൾ ഉണ്ടാക്കുന്ന കാര്യമാണ്. പരസ്പരം അസൂയ വെച്ച് പുലർത്താൻ പാടില്ല, ഹസദ് ഉണ്ടാകാൻ പാടില്ല, കണ്ടാൽ തിരിഞ്ഞു പോകുന്ന അവസ്ഥ നിങ്ങൾക്ക് ഉണ്ടാകാൻ പാടില്ല. അതുപോലെ തന്നെ ഹുമസയും ലുമസയും പറയാൻ പാടില്ല, കുത്തിപ്പറയലും അവഹേളിക്കലും ഇതൊന്നും പറയാൻ പാടില്ല. എന്തിനാണ് ഇതൊക്കെ പറഞ്ഞു തന്നിട്ടുള്ളത്? ഇനി കച്ചവടത്തിന്റെ മേഖലയിൽ പോലും ഒരാളൊരു കാര്യത്തിന് കച്ചവടം ഉറപ്പിച്ചാൽ അതിന്റെ ഇടയിൽ പോയി കൂടുതൽ വില ഞാൻ തരാം എന്ന് പറഞ്ഞാൽ കച്ചവടം മുടക്കാൻ പാടില്ല. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ സഹോദരങ്ങളെ ദീനിൽ നിശ്ചയിച്ചതിന്റെ പിന്നിലുള്ള പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് ദീനിൽ ഐക്യം വേണം. മുസ്ലിമീങ്ങൾ ഭിന്നിച്ചു പോകാൻ പാടില്ല. മുസ്ലിമീങ്ങൾ ഒരു കാരണവശാലും ഭിന്നിക്കാൻ പാടില്ല. അൽ മുഅ്മിനു ലിൽ മുഅ്മിനി കൽ ബുന്യാൻ, ഒരു സത്യവിശ്വാസി മറ്റൊരു സത്യവിശ്വാസിക്ക് കെട്ടിടം പോലെയാണ്. യശുദ്ദു ബഅ്ലുഹു ബഅ്ലാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൈകൊണ്ട് കാണിച്ചിട്ടാണ് പറഞ്ഞത്. അത് ഒന്ന് മറ്റൊന്നിന് സഹായകമേകുമെന്നാണ്. ഒരു കല്ല് വലിച്ചാൽ കെട്ടിടത്തിന് വിള്ളലുകൾ ഉണ്ടാകുന്നത് പോലെ, അതിന്റെ കെട്ടുറപ്പിന് കേടുപാടുകൾ ഉണ്ടാകുന്നത് പോലെ ആയി തീരും. മുസ്ലിമീങ്ങൾ ഭിന്നിച്ചു പോകാൻ പാടില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അവിടെ തന്നെ അറിയിച്ച മറ്റൊരു കാര്യമാണ്, വഅലൈക്കും ബിൽ ജമാഅ, നിങ്ങൾ ജമാഅത്തായി നിങ്ങൾ നിലകൊള്ളണം. ഫഇന്ന യദല്ലാഹി അലൽ ജമാഅ, തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സഹായം അത് ജമാഅത്തിനോടൊപ്പമാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്നാൽ സഹോദരങ്ങളെ, നമ്മൾ ഇന്ന് കാണുന്നത് അങ്ങനെയല്ല. മുസ്ലിം ഉമ്മത്ത് വ്യത്യസ്ത കക്ഷികളായിട്ടാണ് കാണുന്നത്. ഒരുപാട് കക്ഷികളായി തീർന്നിരിക്കുകയാണ്. ഒരുപാട് ആളുകൾ ഒരുപാട് ആശയങ്ങൾ വെച്ച് പുലർത്തിയിരിക്കുകയാണ്. അപ്പോൾ എന്താണ് ഇതിനുള്ള പരിഹാരം? എന്താണ് ഇതിനുള്ള പരിഹാരമായിട്ട് നമുക്ക് പറയാനുള്ളത്, മനസ്സിലാക്കാനുള്ളത്? എല്ലാ ആളുകളും തെറ്റിലാണ്, എല്ലാവരും കക്ഷികളായി തീർന്നിട്ടുണ്ട്, ഒന്നും നമുക്ക് വേണ്ടതില്ല, നമ്മൾ അങ്ങനെ ഒറ്റയ്ക്ക് ജീവിച്ചാൽ മതി എന്ന് പറഞ്ഞ് ജീവിക്കലാണോ? അതല്ല, എല്ലാത്തിലും ശരികളുണ്ട്, ഏതൊരു വഴിയിൽ നമ്മൾ പ്രവേശിച്ചാലും അത് ശരിയിലേക്ക് എത്തും എന്ന വാദം നമ്മൾ പറയലാണോ? രണ്ടുമല്ല സഹോദരങ്ങളെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ ഒരു ഭിന്നിപ്പ് ഉമ്മത്തിൽ ഉണ്ടാകുമെന്ന് നമുക്ക് നേരത്തെ അറിയിച്ചു തന്നിട്ടുണ്ട്. ഈ ഉമ്മത്ത് അതൊരൊറ്റ ഉമ്മത്തായി ഭിന്നിക്കാതെ പോകും എന്ന് പറഞ്ഞിട്ടില്ല. മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല
ഈ ഉമ്മത്തിന് ഭിന്നതകൾ ഉണ്ടാകുമെന്നുള്ള കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചിട്ടുണ്ട്. അവിടെ സത്യം ചെയ്ത് തന്നെ പറഞ്ഞിട്ടുണ്ട്, വല്ലദി നഫ്സു മുഹമ്മദിൻ ബിയദിഹി, മുഹമ്മദിന്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവൻ തന്നെ സത്യം, ലതഫ്തരിഖന്ന ഉമ്മതി, എന്റെ ഉമ്മത്ത് ഭിന്നിക്കുക തന്നെ ചെയ്യും, അലാ 73 ഫിർഖ, 73 കക്ഷികളായിട്ട്, വാഹിദത്തുൻ ഫിൽ ജന്ന, ഒരൊറ്റ കക്ഷിയാണ് സ്വർഗ്ഗത്തിൽ, വസൻതാനി വസബഊന ഫിന്നാർ, 72 കക്ഷികളും നരകത്തിലാണെന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ സഹാബത്ത് ചോദിച്ചു, യാ റസൂലല്ലാഹ് മൻഹും, അല്ലാഹുവിന്റെ റസൂലേ ആരാണ് അവർ? അവിടുന്ന് പറഞ്ഞത്, മാ അന അലൈഹിൽ യൗമ വഅസ്ഹാബി, ഞാനും എന്റെ സഹാബത്തും ഏതൊരു മാർഗത്തിലാണോ ഉള്ളത് ആ മാർഗം പിൻപറ്റുന്നവരെന്നാണ്. അൽ ജമാഅ, അഹ്ലുസ് സുന്നത്തി വൽ ജമാഅ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തും ആ ജമാഅത്തും മുറുകെ പിടിക്കുന്നവരാണ് എന്ന് വ്യത്യസ്ത ഹദീസുകളിൽ സഹോദരങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ അതാണ് ശരിയായ മാർഗം. ശരിയായ മാർഗം എന്ന് പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും ഏതൊരു മാർഗത്തിലുണ്ടോ ആ മാർഗത്തിലേക്ക് മടങ്ങിപ്പോകുക എന്നുള്ളതാണ്. ഇതാണ് നമ്മൾ ഏതൊരു കാര്യത്തിലും അവലംബിക്കേണ്ട കാര്യം. ഇത് നമ്മൾ അവലംബിക്കുകയാണ് എങ്കിൽ മുസ്ലിം ഉമ്മത്തിലുള്ള ഭിന്നതകൾക്കുള്ള പരിഹാരമായി തീരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ മുസ്ലിം ഉമ്മത്തിന് വരാനുള്ള രോഗത്തെക്കുറിച്ച് അറിയിച്ചു തന്നിട്ടുണ്ട്. ഭിന്നതകൾ, ആ രോഗം ഉണ്ടാകുക തന്നെ ചെയ്യും. ആ രോഗം വരാതിരിക്കാൻ നമുക്ക് ഒരു പണിയെടുത്തിട്ടും നമുക്കൊണ്ട് സാധിക്കുകയില്ല. നമ്മളായിട്ട് ഭിന്നിപ്പിക്കാനുള്ള മാർഗങ്ങൾ നമുക്ക് തടയാം. പക്ഷേ ഇവിടെ ഭിന്നതകൾ ഉണ്ടാകാൻ പാടില്ല എന്നുള്ള ഒരു കാര്യം നമുക്ക് ചെയ്യാൻ സാധിക്കുകയില്ല. കാരണം ഭിന്നതകൾ ഉണ്ടാകും. പക്ഷെ അതിനുള്ള പരിഹാരം നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാർഗത്തിലേക്ക് നിങ്ങൾ മടങ്ങുക എന്നുള്ളതാണ്. അലൈക്കും ബിസുന്നതി, നിങ്ങൾ എന്റെ സുന്നത്തിലേക്ക് മടങ്ങണം. വസുന്നത്തിൽ ഖുലഫാഇർ റാഷിദീൻ അൽ മഹ്ദീൻ, റാഷിദീങ്ങളായ മഹ്ദീങ്ങളായ അള്ളാഹുവിന്റെ ഹിദായത്ത് ലഭിച്ചിട്ടുള്ള സന്മാർഗികളായ എന്റെ ഖുലഫാകളിലേക്ക്, സഹാബികളിലേക്ക് നിങ്ങൾ മടങ്ങണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ മാർഗത്തിലേക്ക് മടങ്ങുക. വിശ്വാസ കാര്യമാകട്ടെ, ആചാര കാര്യങ്ങളാകട്ടെ, നിസ്സാരമായ ഒരു കാര്യമാകട്ടെ, ഖുർആനിൽ ആളുകൾ വ്യത്യസ്ത അഭിപ്രായങ്ങൾ പറയുന്ന സമയത്താകട്ടെ, നമ്മൾ ഒരൊറ്റ ചോദ്യം, ഇതുപോലെ സഹാബത്ത് മനസ്സിലാക്കിയിട്ടുണ്ടോ? സഹാബി ഇങ്ങനെ അഭിപ്രായം പറഞ്ഞിട്ടുണ്ടോ? ഏത് സഹാബിയാണ് ഈ ആയത്ത് ഇങ്ങനെ മനസ്സിലാക്കിയിട്ടുള്ളത്? ഈ ഹദീസിന് ഇങ്ങനെ വിശദീകരണം നൽകി ഇങ്ങനെ അമൽ ചെയ്ത സഹാബി ആരാണ് എന്നൊരൊറ്റ ചോദ്യം സഹോദരങ്ങളെ, കാര്യങ്ങൾ വളരെ വ്യക്തമായിരിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ പിൽക്കാലത്ത് ഒരുവന് വന്നുകൊണ്ട് ഇതിങ്ങനെ മനസ്സിലാക്കാം, ഈ ആയത്തുനിന്ന് ഇങ്ങനെ ഒരു അർത്ഥം കിട്ടുന്നുണ്ട്, ഭാഷയിൽ ഇതിന് ഇങ്ങനെ ഒരു വകുപ്പുണ്ട് എന്ന് പറഞ്ഞ് പുതിയൊരു ആശയം കൊണ്ടുവരാൻ സാധിക്കുകയില്ല. എല്ലാ ഭിന്നിപ്പിന്റെ കക്ഷികൾക്കും അതിനുള്ള മറുപടി സഹാബത്തിന്റെ മാർഗത്തിലേക്ക് മടങ്ങുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് പല ഭിന്നിപ്പിന്റെ കക്ഷികളും ഈ ഹദീസ് സ്വഹീഹായിരിക്കെ തന്നെ ഇതിനെ ദുർബലപ്പെടുത്താൻ കിടന്നു പരിശ്രമിക്കാറുണ്ട്. കാരണം ഇതിൽ എല്ലാ കക്ഷികളും തെറ്റാണ് എന്ന് പറയാൻ പറ്റാത്ത, അല്ലെങ്കിൽ എല്ലാ കക്ഷികളും ശരിയാണെന്നുള്ള അവരുടെ പൊള്ളവാദം അവർക്ക് പറയാൻ സാധിക്കുന്നില്ല. അല്ലെ, ഈ ഭിന്നതയുടെ പരിഹാരം അല്ലെങ്കിൽ ഐക്യത്തിന്റെ ആധാരം എന്ന് പറയുന്നത് അള്ളാഹു തആല പറഞ്ഞതുപോലെ വഅ്തസിമു ബിഹബ്ലില്ലാഹി ജമീഅൻ, അള്ളാഹുവിന്റെ കയറിൽ നിങ്ങൾ മുറുകെ പിടിക്കുക എന്നാണ്. അതിനാൽ ഖുർആനാണ് എന്നൊക്കെ നമുക്ക് തഫ്സീറിൽ കാണാൻ സാധിക്കും. ഖുർആനിന്റെ അടിസ്ഥാനത്തിലാണ് ഐക്യപ്പെടേണ്ടത്. ഓരോരുത്തർക്കും തോന്നുന്നത് പോലെ ബാഹ്യമായ ഐക്യം ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. ചിലർ അങ്ങനെ പറയാറുണ്ട്, നമുക്ക് അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ മാറ്റിവെച്ചിട്ട് ഐക്യപ്പെട്ടുകൂടെ? അവർക്ക് അതിനുള്ളൊരു ഖായിദയുമുണ്ട്, അടിസ്ഥാനമുണ്ട്. നജ്തമി ഫീമ ഇത്തഫഖ്നാ അലൈഹി, നമ്മൾ ഇത്തിഫാക്കായിട്ടുള്ള ഏകാഭിപ്രായ കാര്യത്തിൽ നമുക്ക് പരസ്പരം സഹകരിച്ച് പ്രവർത്തിക്കാം. എന്നാൽ വയഅ്ദുറു ബഅ്ദുനാ ബഅ്ദൻ ഫീമ ഇഖ്തലഫ്നാ ഫീഹി, ഞങ്ങൾക്ക് പരസ്പരം അഭിപ്രായ വ്യത്യാസമുള്ള വിഷയത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉദുർ കൊടുത്തുകൊണ്ട് നമുക്ക് ഒരുമിച്ച് തന്നെ മുന്നോട്ട് പോകാമെന്നാണ്. കേൾക്കുന്ന സമയത്ത് പെട്ടെന്ന് നല്ലൊരു ആശയമാണെന്ന് തോന്നും. അല്ല, എന്തിനാണ് വെറുതെ അടി, ഭിന്നിപ്പ് എന്തിനാണ്? ഐക്യപ്പെടുന്ന കാര്യത്തിൽ എല്ലാവരും ഐക്യപ്പെട്ടു പോവുക. അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുന്ന വിഷയത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉദുർ കൊടുക്കുക, ഇവൻ അങ്ങനെ ആയിരിക്കും കാണുന്നത്, ഞാൻ ഇങ്ങനെ ആയിരിക്കും കാണുന്നത് എന്നാണ്. പണ്ഡിതന്മാർ ഇത് വിശദീകരിക്കുന്നുണ്ട്. ഇത് ഇജ്തിഹാദിയായ മസ്അലയുടെ കാര്യത്തിൽ ശരിയാണ്. അതായത് ദീനിൽ അടിസ്ഥാനം മാറാത്തതായ കാര്യങ്ങളുണ്ട്, നസ്സായി വന്നിട്ടുള്ള കാര്യമുണ്ട്. തൗഹീദിന്റെ കാര്യത്തിൽ ഇത് പറയാൻ പാടില്ല. ഒരാൾ പറയാണ്, അള്ളാഹു അല്ലാത്തോട് വിളിച്ചു പ്രാർത്ഥിക്കുന്നവരും എന്റെ കൊടക്കീഴിൽ കഴിയട്ടെ, അള്ളാഹുവിനോട് മാത്രം വിളിച്ചു പ്രാർത്ഥിക്കുന്നവരും കഴിയട്ടെ. നമ്മളൊക്കെ അള്ളാഹു ഉണ്ട് എന്നുള്ള കാര്യത്തിൽ ഐക്യപ്പെട്ടിരിക്കുകയാണല്ലോ, അതിൽ നമുക്ക് ഐക്യപ്പെടാം. അതിന് ആരോട് പ്രാർത്ഥിക്കണം എന്ന കാര്യത്തിൽ നമ്മൾ വ്യത്യസ്ത അഭിപ്രായക്കാരാണ്. നമ്മൾ ഒരൊറ്റ രാഷ്ട്രീയ നിലപാട് ഉണ്ടായാൽ മതി, നമ്മൾ ഒരുമിച്ച് നിന്നാൽ മതി എന്ന് പറയുന്ന ആളുകളില്ലേ? ഇസ്ലാമിന്റെ ജമാഅത്താണ് എന്ന് പറയുന്ന ആളുകൾക്ക് യഥാർത്ഥത്തിൽ അവരുടെ വാദം തന്നെ അതാണ്. അവർക്ക് സൂഫികളാണെന്നോ ഷിയാക്കളാണെന്നോ യാതൊരു പ്രയാസവും അവർക്കില്ല. ഈ ഒരു ഖായിദ അവരുടെ നേതാവായ ഹസനുൽ ബന്ന എന്ന് പറഞ്ഞാൽ വളരെയധികം പിഴച്ച ആശയങ്ങൾ ലോകത്ത് പ്രചരിപ്പിച്ചിട്ടുള്ള ആ നേതാവ്, അയാൾ ഉണ്ടാക്കിയ ഖായിദയാണിത്. പക്ഷെ പണ്ഡിതന്മാർ വിശദീകരിച്ചു, ഇത് മസായിലുൽ ഇജ്തിഹാദിയയിൽ നമുക്ക് പറ്റുന്ന കാര്യമാണ്. ചില കാര്യങ്ങൾ ഇബാദത്തുകളുടെ കാര്യങ്ങളിലൊക്കെ അതിന്റെ രൂപങ്ങളിലൊക്കെ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാർക്കിടയിൽ ഉണ്ടാകും. അല്ലെങ്കിൽ പുതിയൊരു വിഷയം വരുന്ന സമയത്ത് അത് ഇന്ന നിലപാടാണോ എന്ന വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസത്തിന് സ്വാതന്ത്ര്യമുള്ള അല്ലെങ്കിൽ അതിന് സാധ്യതയുള്ള കാര്യങ്ങളുണ്ടാകും.
ഈ വിഷയത്തിൽ ആ മസാഇൽ ഇജ്തിഹാദിയുടെ പേരിൽ നമ്മൾ ഭിന്നിക്കാൻ പാടില്ല. പരസ്പരം അവർക്കുള്ള തെളിവ് അവർക്കുണ്ട് എന്നുള്ള ഉസ്ർ നൽകിക്കൊണ്ട് നമ്മുടെ തെളിവ് വ്യക്തമാക്കി പറഞ്ഞുകൊണ്ട് ഐക്യപ്പെട്ടു പോകണം. എന്നാൽ ഈ ഒരു ഖായിദ പറഞ്ഞ് ഷിയാക്കളും അതുപോലെ തന്നെ റാഫിദകളും എല്ലാ രൂപത്തിലെ ബാത്തുലിന്റെ ആളുകളെയും ഒരൊറ്റ കൊടക്കിയിൽ നിർത്തുക, അങ്ങനെ ഒരു ജമാഅത്ത് സ്ഥാപിക്കുക എന്നുള്ളത് ഒരിക്കലും തന്നെ സഹോദരങ്ങളെ ദീൻ പറഞ്ഞിട്ടുള്ള കാര്യമല്ല. അങ്ങനെയുള്ള ബാഹ്യമായ ഐക്യം യഥാർത്ഥത്തിൽ യഹൂദികളുടെ ഐക്യമാണ്. അല്ലാഹു തആല പറഞ്ഞതുപോലെ തഹ്സബുഹും ജമീഅ വഖുലൂബുഹും ശത്താ, നിങ്ങൾ വിചാരിക്കും അവരെല്ലാം ഒരുമിച്ചിട്ടാണ്. വഖുലൂബുഹും ശത്താ, അവരുടെ ഹൃദയങ്ങൾ ഭിന്നമാണ്. അങ്ങനെ ഹൃദയങ്ങൾ ഭിന്നമായിട്ടുള്ള കക്ഷികളെ ദീനിൽ ആവശ്യമില്ല. അത് യഹൂദികൾക്ക് ഉണ്ടാകും. ബാഹ്യമായി അവർ ഒന്നായിട്ട് നമുക്ക് തോന്നുന്നുണ്ട്. ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്ത് എല്ലാവരും ഒറ്റക്കെട്ടാണ് എന്ന് നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് തെറ്റി. വഖുലൂബുഹും ശത്താ, അല്ലാഹു തആല പറഞ്ഞതാണ്. അവരുടെ ഹൃദയമൊക്കെ ഭിന്നിപ്പിലാണ്, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വെറുപ്പ് തന്നെ. മുസ്ലിമീങ്ങൾ അങ്ങനെ ആകാൻ പാടില്ല. മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഹൃദയവും ശരീരവും ഒരുപോലെ ആയിരിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് അതല്ലാത്ത ബാത്തിലിന്റെ ഐക്യം സഹോദരങ്ങളെ അതൊരിക്കലും നമുക്ക് ആവശ്യമില്ല. എന്നാൽ നമ്മൾ ഐക്യപ്പെടേണ്ടത് ദീനിലേക്ക് മടങ്ങിക്കൊണ്ടാണ്. എന്നാൽ എന്താണ് ഇപ്പോൾ സംഭവിച്ചിട്ടുള്ളത്? ദീനിന്റെ വിഷയത്തിൽ ഭിന്ന അഭിപ്രായങ്ങൾ ഉണ്ടാകുക, ഭിന്നിക്കുക, അങ്ങനെ വ്യത്യസ്ത കക്ഷികളായി തുടരുക എന്നുള്ളത് അത് തെറ്റില്ല. അങ്ങനെയാണ് വേണ്ടത് എന്നാണ്. അങ്ങനെ ആയാൽ മതി എന്നാണ്. ഇങ്ങനെ വ്യത്യസ്ത മദ്ഹബുകളായിക്കൊണ്ട് ഓരോരുത്തരും ഓരോ പാർട്ടിക്കാരായിക്കൊണ്ട് അങ്ങനെയൊക്കെ തുടങ്ങുക, ഇതൊക്കെ വലിയ ഇൽമായിട്ടും ഫിഖ്ഹായിട്ടും അവതരിപ്പിക്കുന്ന അവസ്ഥയെത്തി. അല്ലെ, കുറച്ചു കാലങ്ങൾക്ക് മുമ്പ് നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാകും. കുറച്ചു കാലങ്ങൾക്ക് മുമ്പ് മസ്ജിദുൽ ഹറമിൽ, നമ്മളൊക്കെ ഇന്ന് മസ്ജിദുൽ ഹറമിൽ പോയി നമുക്ക് ഒരൊറ്റ ഇമാമേ ഉള്ളൂ. ഒരൊറ്റ വക്തിലാണ് ബാങ്കും ഇഖാമത്തൊക്കെ കൊടുത്ത് നമ്മൾ നിസ്കരിക്കുന്ന ഐക്യത്തോടുകൂടി മുസ്ലിമീങ്ങൾ നിസ്കരിക്കാറുണ്ട്. എന്നാൽ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് സൗദി ഭരണകൂടം വരുന്നതിന് മുമ്പ് അവിടെ ഉണ്ടായിരുന്ന അവസ്ഥ എന്ന് പറഞ്ഞാൽ അവിടെ 4 മെഹ്റാബുകളാണ്. ചിലർക്കെങ്കിലും അറിയാത്ത കാര്യമാണ്. 4 മെഹ്റാബുകൾ ഉണ്ടായിരുന്നു. 4 മദ്ഹബിന്റെ ഇമാമുകളുടെ അടിസ്ഥാനത്തിനാണ് നിസ്കാരം നടന്നിരുന്നത്. ഷാഫി ഇമാമിന്റെ പിന്നിൽ ഹനഫികളായ മുഅ്മിനീങ്ങൾ ഉണ്ടാവുകയില്ല. അവർക്ക് ഹനഫി ഇമാമിനെ തന്നെ വേണം. അവിടെ സമയം വ്യത്യാസപ്പെട്ടിരിക്കും. അവിടുത്തെ ബാങ്ക് മാറും, ഇഖാമത്ത് മാറും. അങ്ങനെ വ്യത്യസ്ത രൂപത്തിൽ നിസ്കരിക്കുന്ന അവസ്ഥ മക്കത്ത് പോലും ഉണ്ടായിരുന്നു എന്നാണ്. അങ്ങനെ വ്യത്യസ്ത ആശയങ്ങൾ വെച്ച് പുലർത്തണമെന്നാണ് അവർ വാദിക്കുന്നത്. അത് അങ്ങനെയൊക്കെ ആശയങ്ങൾ ഉണ്ടാവുക. ഷാഫി ഇമാമിന്റെ ആളുകൾക്ക് അവർ ഈ ഷാഫികളായ ആളുകൾ മാത്രമേ കല്യാണം കഴിക്കൂ, ഹനഫികളെ മാത്രമേ കല്യാണം കഴിക്കൂ. മുസ്ലിമീങ്ങളിൽ ഒരു ജാതി പോലെ, മറ്റ് മതക്കാർക്കുള്ളതുപോലെ ഒരു ജാതി പോലെ ഈ മദ്ഹബിന്റെ അഭിപ്രായങ്ങളാക്കി തീർത്തുകൊണ്ട് ഇതൊക്കെ ഇൽമും ഫിഖ്ഹുമായി പ്രചരിപ്പിക്കുന്ന ആളുകളുണ്ട്. ഒരാൾ മറ്റൊരാളുടെ പിന്നിൽ നിസ്കരിക്കുക പോലുമില്ല. ഇനിയോ വസാറൽ ഇജ്തിമാഉ ഫിദ്ദീൻ ലാ യഖൂലുഹു ഇല്ലാ സിന്ദീഖുൻ ഔ മജ്നൂൻ, ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. ഖുർആനിന്റെയും സുന്നത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഒരുമിക്കേണ്ടവരാണ്. നമ്മൾ സഹാബത്തിന്റെ മാർഗത്തിൽ ഒരുമിക്കണം. ഇങ്ങനെ വ്യത്യസ്ത മദ്ഹബുകളായിക്കൊണ്ട് ഓരോരുത്തരും ഓരോ വിശ്വാസം, എന്റെ അഖീദ ഞാൻ മാതുരീദിയാണ്, ഞാൻ അശ്അരിയാണ്, നിനക്ക് അശ്അരിയാകാം, നീ മാതുരീദിയാകാം, നീ വേറെ അഖീദാണെങ്കിൽ അങ്ങനെ ആയിക്കോളൂ. ഓരോരുത്തർക്കും അതിന് സ്വാതന്ത്ര്യമുണ്ട്. ഇതൊക്കെയാണ് ഇൽമ്, ഇതൊക്കെയാണ് ഫിഖ്. ഇതൊന്നും പാടില്ല. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിട്ടേച്ച മാർഗം അത് സഹാബത്തിന്റെ മാർഗമാണ്, സലഫിന്റെ മാർഗമാണ്. അതിലേക്കാണ് മടങ്ങേണ്ടത്. നിസ്കാരത്തിന്റെ ചെറിയൊരു കാര്യം പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് സ്ഥിരപ്പെട്ട് കഴിഞ്ഞാൽ മറ്റുള്ള ഒരു ഇമാമിന്റെ വാക്കിനും അതിന് വിലയില്ല എന്ന് ആരെങ്കിലും കൃത്യമായി പറഞ്ഞാൽ അവൻ ലാ യഖൂലുഹു ഇല്ലാ സിന്ദീഖുൻ ഔ മജ്നൂൻ, അവൻ ഒന്നിക്ക് സിന്ദീഖാണ്. സിന്ദീഖ് എന്ന് ആദ്യകാലക്കാർ ഉപയോഗിച്ചത് മുനാഫിക്കുകൾക്കാണ്. അവൻ ദീനില്ല, കാഫിറാണ് എന്ന അർത്ഥത്തിൽ പറയും. ഇവനൊന്നും അറിയില്ല, അല്ലെങ്കിൽ മജ്നൂനാണ്, ഭ്രാന്തനാണ് എന്ന് പറഞ്ഞിട്ട് ഐക്യത്തിന്റെ ആളുകളെ തള്ളിക്കളയും. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, ഐക്യത്തിന്റെ ആളുകൾ എന്ന് പറയുന്നത് ഏതൊരു അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുന്ന വിഷയത്തിലും ഖുർആനിലേക്കും സുന്നത്തിലേക്കും മടങ്ങുന്നവരാണ്. അവർ ഭിന്നിപ്പിന്റെ ആളുകളല്ല. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. നിങ്ങൾ ചിന്തിച്ചു നോക്കിയാൽ നമുക്കിത് മനസ്സിലാക്കാൻ സാധിക്കും. ഇന്ന് ഐക്യം എന്ന് പറഞ്ഞുകൊണ്ട് ഖുർആനിലേക്ക് സുന്നത്തിലേക്കും മടക്കുന്ന സലഫികളായ ആളുകളെയാണ് ഇവിടെ ആളുകൾ ഭിന്നിപ്പിന്റെ ആളുകളായിട്ട് പറയുന്നത്. ഇവിടെ ഉമ്മത്ത് എല്ലാവരും ഒറ്റക്കെട്ടായിരുന്നു. എന്താണ് ഒറ്റക്കെട്ട്? എല്ലാവരും ഒറ്റക്കെട്ടായി ഖബറിന്റെ അടുക്കൽ പോയിരുന്നു. എല്ലാവരും കൃത്യമായി മൗലൂദ് പാരായണം ചെയ്തിരുന്നു. ഉറൂസിനൊക്കെ എല്ലാവരും ഐക്യത്തിലാണ് ഉണ്ടായിരുന്നത്. ആർക്കൊരു അഭിപ്രായ വ്യത്യാസമില്ല. തൗഹീദുള്ള ആളുകൾ വന്ന് കൃത്യമായ ആയത്തുകളും ഹദീസുകളും ഓതിക്കൊണ്ട് ഇത് ഷിർക്കാണ്, കാലാകാലം നരകത്തിൽ കഴിയേണ്ട കടുത്ത പാപമാണെന്ന് വിശദീകരിച്ചപ്പോൾ അള്ളാഹുവിന്റെ തൗഫീഖ് ലഭിച്ച, ഹിദായത്ത് ലഭിച്ച ആളുകൾ അതിൽ നിന്ന് വിട്ടുമാറി. അപ്പോൾ അവർ പറഞ്ഞത് നിങ്ങൾ ഭിന്നിപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ യഥാർത്ഥ മാർഗത്തിലേക്ക് വിളിക്കുന്ന ആളുകൾ ഭിന്നിപ്പിന്റെ ആളുകളായി മാറുകയാണ്. എന്നാൽ ആ ഒരു ശിർക്കിലും കുഫറിലും ബിദ്അത്തിലുമായി ഖുറാഫത്തിലുമായി കഴിയുന്നത് അതാണ് ഇൽമും ഫിഖ്ഹുമായി അവർ ആളുകൾക്ക് പരിചയപ്പെടുത്തിയിരുന്നത് എന്നാണ്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, നമ്മൾ അള്ളാഹുലേക്കും റസൂലിലേക്കും മടക്കുക. വഇൻ തനാസഅതും ഫി ഷൈഇൻ ഫറദ്ദൂഹു ഇലല്ലാഹി വറസൂൽ. നിങ്ങൾ വല്ല അഭിപ്രായ വ്യത്യാസത്തിലുമായാൽ
അള്ളാഹുലേക്കും റസൂലിലേക്കും ഖുർആനിലേക്കും സുന്നത്തിലേക്കും നിങ്ങൾ മടങ്ങുക. ഇത് അള്ളാഹുവിന്റെ കൽപ്പനയാണ്. ആര് ഈ കൽപ്പന പാലിച്ചുകൊണ്ട് അവന്റെ വിശ്വാസ കാര്യങ്ങളിലും കർമ്മങ്ങളിലും അള്ളാഹുലേക്കും അവന്റെ റസൂലിലേക്കും ഖുർആനിലേക്കും സുന്നത്തിലേക്കും മടങ്ങിയോ അവൻ ഐക്യത്തിന്റെ ആളാണ്, അവൻ ഭിന്നിപ്പിന്റെ ആളല്ല. ആരാണ് ഇതിൽ നിന്നും മടങ്ങാതെ സമിഅന വഅതഅന കേട്ടിരിക്കുന്നു അനുസരിക്കുന്നു എന്ന് പറയാതെ ഞാൻ എന്റെ വഴി എനിക്കിതിലേക്കൊന്നും വരാൻ സാധിക്കുക, ഞാൻ മനസ്സിലാക്കി ഇന്ന ഇമാമിന്റെ ആളാണ്, ഞാൻ ഇന്ന ഇമാമിന് ബൈഅത്ത് ചെയ്തതുപോലെയാണ്, അല്ലെങ്കിൽ അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്നതിന് പകരം അഷ്ഹദു അന്ന ഷാഫിഈ റസൂലുള്ളാഹ് നഊദു ബില്ലാഹ് എന്ന് പറഞ്ഞതുപോലെയാണ്. ഞാൻ ഈ കാര്യത്തിൽ ഇമാം ഷാഫി പറഞ്ഞതിന് യാതൊരു വിട്ടുവീഴ്ചയും ഞാൻ നൽകുകയില്ല, ഇമാം ഹനഫി പറഞ്ഞതിൽ യാതൊരു വിട്ടുവീഴ്ചയും നൽകുകയില്ല എന്ന രൂപത്തിൽ സംസാരിക്കുന്നത് കാണാൻ സാധിക്കും. എന്നാൽ അല്ലാഹു തആല പറഞ്ഞു, ഇന്നമാ കാന ഖൗലുൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളുടെ വാക്ക്, ഇദാ ദുഉ ഇലല്ലാഹി വറസൂലിഹി ലിയഹ്കുമ ബൈനഹും, അവർക്കിടയിലുള്ള തീർപ്പ് കൽപ്പിക്കാൻ വേണ്ടി അള്ളാഹുലേക്കും റസൂലിലേക്കും ക്ഷണിക്കപ്പെട്ടാൽ അൻ യഖൂലു സമിഅനാ വഅതഅനാ, സമിഅനാ കേട്ടിരിക്കുന്നു, വഅതഅനാ ഞങ്ങൾ അനുസരിച്ചിരിക്കുന്നു, വഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ അവരാണ് വിജയിച്ച ആളുകൾ എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങളുടെ വാക്കായി പറഞ്ഞത്. അപ്പോൾ ഞാൻ ഇങ്ങനെ അല്ല, ഞാൻ പണ്ടേ കേട്ടത് അങ്ങനെയാണ്, ഞാൻ പണ്ടേ മനസ്സിലാക്കിയത് ഇങ്ങനെയാണ്, ഇന്ന കിതാബിൽ ഇങ്ങനെയുണ്ട്, ഇന്ന പണ്ഡിതന് ഇങ്ങനെ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്, അല്ല. ഖുർആനിൽ എങ്ങനെയാണുള്ളത്, സഹാബത്തിൽ ഇങ്ങനെ മനസ്സിലാക്കിയിരിക്കുന്നു, ഹദീസിൽ ഇങ്ങനെയാണുള്ളത്, സഹാബത്തിന്റെ അമൽ ഈ വിഷയത്തിൽ ഇങ്ങനെ സ്ഥിരപ്പെട്ടിരിക്കുന്നു എന്ന് വന്നാൽ അതിൽ നിന്നും വിട്ടുകൊണ്ട് പുതിയ മാർഗങ്ങൾ സ്വീകരിക്കുക എന്നുള്ളത് അവരാണ് ഭിന്നിപ്പിന്റെ ആളുകൾ. അതുകൊണ്ടാണ് അഹ്ലുൽ ബിദ്അ ഹും അഹ്ലുൽ ഫുർഖ, ബിദ്അത്തിന്റെ ആളുകൾ അവരാണ് ഫുർഖത്തിന്റെ ആളുകൾ. എന്നാൽ അഹ്ലുസ് സുന്ന അവർ ജമാഅത്തിന്റെയും ഐക്യത്തിന്റെയും ആളുകളാണ് എന്ന് മനസ്സിലാക്കുക. അതോടൊപ്പം തന്നെ സഹോദരങ്ങൾ, നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്, അഭിപ്രായ വ്യത്യാസത്തിന് സാധ്യതയുള്ള കാര്യങ്ങളിൽ ഭിന്നിപ്പുകൾ ഉണ്ടാക്കുന്ന ആളുകൾ യഥാർത്ഥത്തിൽ ബിദ്അത്തിന്റെ ആളുകളുടെ പണിയാണ് എടുക്കുന്നത്, ഭിന്നിപ്പുണ്ടാക്കുക എന്നുള്ളത്. അതായത് അഹ്ലുസ് സുന്നത്തിന്റെ ഇടയിൽ അഭിപ്രായ വ്യത്യാസം അനുവദിക്കപ്പെട്ട നാസിലത്തുകളായ പല വിഷയങ്ങളുമുണ്ട്. അതിന്റെ പേരിൽ ഭിന്നിക്കാൻ പാടില്ല. ഏതുപോലെ പണ്ഡിതന്മാർ ഉദാഹരണങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഏതുപോലെ ഒട്ടകത്തിന്റെ ഇറച്ചി കഴിച്ചാൽ വുദു മുറിയുമോ ഇല്ലേ എന്നുള്ള വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിലുള്ള അഭിപ്രായ വ്യത്യാസമുണ്ട്. ആ ഹദീസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതിന്റെ വിശദീകരണങ്ങൾ, ഇതിലൊക്കെയാണ് അഭിപ്രായ വ്യത്യാസങ്ങൾ വരുന്നത്. ഹംബലി മദ്ഹബിൽ ഒട്ടകത്തിന്റെ ഇറച്ചി ഭക്ഷിച്ചാൽ അവന്റെ വുദു മുറിയുന്നതാണ്. എന്നാൽ ഷാഫി മദ്ഹബിൽ അത് മുറിയുകയില്ല. അപ്പോൾ ഷാഫി മദ്ഹബിൽ ഒരാൾ ഒട്ടകത്തിന്റെ ഇറച്ചി കഴിച്ചിട്ട് നിസ്കരിച്ചാൽ അവൻ കാഫിറാണെന്ന് പറയാൻ പറ്റും. കാരണം വുദു ഇല്ലാതെ ഉറപ്പുവരുത്തി നിസ്കരിക്കുക എന്നുള്ളത് കുഫറിലെത്തുന്ന കാര്യമാണ്. അങ്ങനെ പറയാൻ പറ്റും. ഈ വിഷയത്തിന്റെ പേരിൽ അവനോട് അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാൻ പറ്റും? ഇല്ല. ഇത് അഭിപ്രായ വ്യത്യാസത്തിന് സാധ്യതയുള്ള കാര്യമാണ്. നസ്സ് നേരെ അങ്ങനെ കൃത്യമായി വന്നതല്ല, അതിൽ ഖിലാഫുകൾ ഉടലെടുക്കാൻ സാധ്യതയുള്ള കാര്യമാണ്. ഇങ്ങനെ ധാരാളം കാര്യങ്ങൾ ഉണ്ടാകും. അത് പണ്ഡിതന്മാർ കൃത്യമായി വിശദീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങളിൽ ഫസ്അലു അഹ്ല ദിക്ർ ഇൻ കുൻതും ലാ തഅലമൂൻ, നിങ്ങൾക്ക് അറിവില്ലാത്ത കാര്യത്തിൽ പണ്ഡിതന്മാരോട് ചോദിച്ചുറപ്പുവരുത്തിയിട്ടല്ലാതെ അനാവശ്യമായ ഭിന്നിപ്പുകൾ ഉണ്ടാക്കുക എന്നുള്ളത് ദീനിന്റെ അസ്ലിനെ പൊളിക്കുന്ന കാര്യമാണ്. അതായത് ദീനിന്റെ അസ്ൽ ഐക്യത്തോടുകൂടി കഴിയുക എന്നുള്ളതാണ്. അതിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്ന കൊടും തെറ്റാണ് ഇത്തരത്തിലുള്ള അനൈക്യങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളത്. ശരിക്കും നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഇതാണ് സഹോദരങ്ങളെ രണ്ടാമത്തെ അടിസ്ഥാനം. മൂന്നാമത്തെ അടിസ്ഥാനം അൽ അസ്ലു അസ്സാലിസ്, മൂന്നാമത്തെ അടിസ്ഥാനം അന്ന മിൻ തമാമിൽ ഇജ്തിമാ, രണ്ടാമത്തെ അടിസ്ഥാനത്തിന്റെ തുടർച്ചയാണ്. അന്ന മിൻ തമാമിൽ ഇജ്തിമാ, ഇജ്തിമാഇന്റെ ഐക്യത്തിന്റെ പൂർണ്ണതയിൽപ്പെട്ടതാണ് അസ്സംഅ വത്താഅ ലിമൻ തഅമ്മറ അലൈനാ വലൗ കാന അബ്ദൻ ഹബശിയൻ, നമുക്കുമേൽ ഭരണമേൽപ്പിക്കപ്പെട്ട മുസ്ലിം ഭരണാധികാരിയെ കേൾക്കുകയും അനുസരിക്കുകയും ചെയ്യുക എന്നുള്ളത്. വലൗ കാന അബ്ദൻ ഹബശിയൻ, സാധാരണഗതിയിൽ ഭരണാധികാരിയായി ആര് വരികയില്ല? അടിമ വരികയില്ല. ഇനി ഒരു അബിസീനിയക്കാരനായ ഒരു അടിമയാണ് നിങ്ങൾക്ക് മേൽ ഭരണം ഏറ്റെടുക്കുന്നതെങ്കിൽ പോലും അവൻ അനുസരിക്കണം, കേൾക്കണം, അനുസരിക്കണം എന്നുള്ള കാര്യം. ഫബയ്യന അല്ലാഹു ഹാദാ ബയാനൻ ഷാഫിയൻ കാഫിയൻ ബിവുജൂഹി മിൻ അൻവാഇൽ ബയാനി ശർഅൻ വഖദറ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു അടിസ്ഥാനം എന്ന് പറയുന്നത് വളരെ വ്യക്തമായി വ്യത്യസ്ത രൂപങ്ങളിൽ കൃത്യമായി ശരീഅത്തിന്റെ നിയമങ്ങളിലൂടെ അതുപോലെ തന്നെ ഖദറിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന രൂപത്തിൽ അത് വിശദീകരിച്ചു തന്നിട്ടുണ്ട്. ثم صار هذا الاصل لا يعرف عند اكثر من يدعي العلم فكيف العمل به. പക്ഷേ പിന്നീട് കാര്യം എന്താണ് ഉണ്ടായിട്ടുള്ളത്? ഭരണാധികാരി അനുസരിക്കുക എന്നുള്ള കാര്യം അധികം ആളുകൾക്കും അറിയുക തന്നെ ഇല്ല. പിന്നെ എങ്ങനെയാണ് അവരത് അമല് ചെയ്യുക എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. ഈ കാര്യം സഹോദരങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ പറഞ്ഞ കാര്യമാണ്. മുസ്ലിമീങ്ങളിൽപ്പെട്ട ധാരാളം ആളുകൾക്ക് ഈ ഒരു അടിസ്ഥാനം ഇപ്പോഴും മനസ്സിലായിട്ടില്ല എന്നുള്ളത് നമുക്ക് തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യമാണ്. എന്താണത്? മുസ്ലിം ഭരണാധികാരിയാണോ അദ്ദേഹത്തെ കേൾക്കുക, അനുസരിക്കുക എന്നുള്ളത് നമുക്ക് നിർബന്ധമായ കാര്യമാണ്. അല്ലാഹു തആല പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനു, മുഅ്മിനീങ്ങളെ, അത്തിഉല്ലാഹ്
വാത്തിഉർ റസൂൽ, അള്ളാഹുവിനെ അനുസരിക്കണം, അള്ളാഹുവിന്റെ റസൂലിനെ അനുസരിക്കണം. വ ഉലിൽ അംരി മിൻകും, നിങ്ങൾക്ക് മേൽ കർത്താക്കന്മാരായ ഭരണാധികാരികൾ, അവരെയും നിങ്ങൾ അനുസരിക്കേണ്ടതുണ്ട് എന്ന് അള്ളാഹു തആല വളരെ കൃത്യമായി ഖുർആനിൽ കൽപ്പിച്ച കാര്യമാണ്. അള്ളാഹു ഒരു കാര്യം കൽപ്പിച്ചാൽ അതിന്റെ അടിസ്ഥാനം അത് വാജിബാണ് എന്നാണ്, യാതൊരു സംശയവുമില്ല. സുന്നത്തല്ല, വാജിബായ കാര്യമാണ്. ഒരാൾ മുസ്ലിം ഭരണാധികാരിയെ കേൾക്കാതെ അനുസരിക്കാതെ ജീവിച്ചാൽ അയാൾ കുറ്റക്കാരനാണ് എന്നർത്ഥം. കാരണം അള്ളാഹു തആലയുടെ കൽപ്പനയാണ്. എന്ന് നോക്കൂ, സ്വഹീഹ് മുസ്ലിമിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇതുമായി ബന്ധപ്പെട്ട, ഇമാറത്തുമായി ബന്ധപ്പെട്ട, ഭരണവുമായി ബന്ധപ്പെട്ട, അവരനുസരിക്കേണ്ടതുമായി ബന്ധപ്പെട്ട ധാരാളം ഹദീസുകൾ ഇമാം മുസ്ലിം അദ്ദേഹത്തിന് കിതാബുൽ ഇമാറ എന്ന അധ്യായത്തിൽ തന്നെ എടുത്തുകൊടുത്തത് ഒരുപാട് ഹദീസുകളിലും ഇത് വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അതിൽപ്പെട്ട ചിലത് മാത്രം സഹോദരങ്ങൾ നിങ്ങൾ കേൾപ്പിക്കാം. വളരെ പ്രസിദ്ധമായ ഇർബാദ് ബിൻ സാരിയ റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസിൽ ഒരുപാട് തവണ കേട്ടിട്ടുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു നിസ്കാരം കഴിഞ്ഞതിന് ശേഷം വളരെ ശക്തമായി അവിടുന്ന് പ്രഭാഷണം നടത്തി. അവിടുത്തെ കണ്ണുകൾ ചുവന്നു, ശബ്ദം ഉയർന്നു, സഹാബത്തിന്റെ കണ്ണുകളിൽ നിന്നും കണ്ണുനീർ ധാരധാരയായി വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് അവസാനം വിട പറഞ്ഞു പോവുകയാണെന്ന് അവരിൽ ചിലർക്ക് തോന്നുകയും അവർ ചോദിക്കുകയും ചെയ്തു, എന്താണ് റസൂലേ ഇങ്ങനെ, എന്താണ് ഇപ്പോൾ ഇങ്ങനെ സംസാരിക്കുന്നത്, എങ്കിൽ ഞങ്ങൾക്ക് കുറച്ച് ഉപദേശങ്ങൾ നൽകണമെന്ന് പറഞ്ഞു. അവിടുന്ന് ഒരുപാട് ഉപദേശങ്ങൾ നൽകി. ആ ഉപദേശത്തിൽ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു കാര്യമാണ്, ഊസീകും ബിത്തഖ്വല്ലാഹി അസ്സ വജൽ, നിങ്ങൾ അല്ലാഹു തആലയെ സൂക്ഷിക്കണം, അല്ലാഹു തആലയെ സൂക്ഷിക്കണം, തഖ്വ പാലിക്കണം. വസ്സംഅ വത്താഅ ലിമൻ തഅമ്മറ അലൈക്കും വഇൻ കാന അബ്ദൻ, സംഉൻ താഅത്തും വേണം, കേൾക്കുകയും അനുസരിക്കുകയും വേണം. ലിമൻ തഅമ്മറ അലൈക്കും വഇൻ കാന അബ്ദൻ, ഒരു അടിമയാണ് നിങ്ങൾക്ക് മേൽ ഭരണം ഏറ്റെടുത്തിട്ടുള്ളത് എങ്കിലും നിങ്ങൾ അവനെ കേൾക്കുകയും അനുസരിക്കണം എന്ന് പറഞ്ഞു. എത്ര കൃത്യമായിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തഖ്വയോടൊപ്പമാണ് ഈ കാര്യം പറഞ്ഞിട്ടുള്ളത്. അത്രയും പ്രാധാന്യമുണ്ട് എന്നാണ്. എന്ന് നോക്കൂ, മറ്റൊരു ഹദീസിൽ അവിടുന്ന് പറഞ്ഞു, ഉഅ്ബുദു റബ്ബക്കും, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനെ ഇബാദത്ത് ചെയ്യുക. വസല്ലു ഖംസക്കും, നിങ്ങൾ 5 നേരത്തെ നിസ്കാരം നിർവഹിക്കുക. വസൂമു ശഹറക്കും, നിങ്ങൾ റമളാനിലെ നോമ്പ് അനുഷ്ഠിക്കുക. വഅദ്ദു സകാത മാലിക്കും, നിങ്ങളുടെ സകാത്ത് നിങ്ങൾ നിറവേറ്റുക. വഅതീഉ ദാ അംരിക്കും, നിങ്ങൾക്ക് മേൽ ഭരണമുള്ള മുസ്ലിം ഭരണാധികാരി എന്നുള്ളത് ഞാൻ ബ്രാക്കറ്റിൽ പറയുകയാണ്, ഇതിൽ വാക്കിൽ വന്നിട്ടില്ല, പക്ഷെ വളരെ വ്യക്തമായ കാര്യമാണ്, അതിൽ അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല. മുസ്ലിം ഭരണാധികാരി എന്നുള്ളത് അഭിപ്രായ വ്യത്യാസമില്ലാത്ത വിഷയമാണ്. വഅതീഉ ദാ അംരിക്കും, നിങ്ങളുടെ ഭരണാധികാരിയെ നിങ്ങൾ അനുസരിക്കുക. തദ്ഖുലു ജന്നത റബ്ബിക്കും, നിങ്ങളുടെ റബ്ബിന്റെ സ്വർഗ്ഗത്തിൽ നിങ്ങൾക്ക് പ്രവേശിക്കാം. നോക്കൂ, ഇസ്ലാം കാര്യത്തിന്റെ റുക്നുകളായ ഇബാദത്ത്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, നിസ്കാരം, നോമ്പ്, സക്കാത്ത്, ഇതിനോടൊപ്പമാണ് സഹോദരങ്ങളെ ഭരണാധികാരിയെ അനുസരിക്കേണ്ട കാര്യം പറഞ്ഞത്. എന്തിനാണ് ഇതൊക്കെ വിശദീകരിച്ചത്? ഇത് വിശദീകരിച്ചത് ഇദ്ദേഹം ഇവിടെ പറഞ്ഞിട്ടുണ്ട്, ഇത് അല്ലാഹു തആല ബയാനൻ ഷാഫിയൻ കാഫിയൻ ബിവുജൂഹി മിൻ അൻവാഇൽ ബയാൻ, വളരെ വ്യക്തമായി അല്ലാഹു തആല വ്യത്യസ്ത രൂപത്തിൽ ഈ കാര്യം പറഞ്ഞു തന്നിട്ടുണ്ട്. അതുകൊണ്ട് എന്തെങ്കിലും സംശയമുള്ള കാര്യമല്ല. മുസ്ലിം ഭരണാധികാരി അനുസരിക്കണോ വേണ്ടേ എന്നുള്ളത് നമ്മൾ ചർച്ച ചെയ്ത് ചിന്തിക്കേണ്ട, പണ്ഡിതന്മാർക്കുള്ള അഭിപ്രായ വ്യത്യാസമുള്ള ഒരു വിഷയമേ അല്ല. വളരെ വ്യക്തമായി വന്നിട്ടുള്ള കാര്യമാണ് ഇത് എന്ന് മനസ്സിലാക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദീനു അൻ-നസീഹ, അദ്ദീനു അൻ-നസീഹ, അദ്ദീനു അൻ-നസീഹ എന്ന് 3 പ്രാവശ്യം ഒരിക്കൽ പറഞ്ഞു. ദീൻ എന്ന് പറഞ്ഞാൽ മുഴുവൻ ഗുണകാംക്ഷയാണ്, നസീഹത്താണ്. സഹാബത്ത് ചോദിച്ചു, ലിമൻ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ആരോടാണ്? നസീഹത്ത് എന്ന് പറയുന്നത് മറ്റൊരാൾക്ക് ചെയ്യേണ്ട കാര്യമാണ്. ആരോടാണ് ഗുണകാംക്ഷ കാണിക്കേണ്ടത്, നസീഹത്ത് കാണിക്കേണ്ടത്? അവിടെ പറഞ്ഞു, ലില്ലാഹി വലി കിതാബിഹി വലി റസൂലിഹി വലി അഇമ്മത്തിൽ മുസ്ലിമീൻ വആമ്മത്തിഹി, അല്ലാഹുവിനോട്, അവന്റെ കിതാബിനോട്, അവന്റെ റസൂലിനോട് അവരൊക്കെ നസീഹത്ത് കാണിക്കണം. വലി അഇമ്മത്തിൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങളിലെ അയിമ്മത്തിനോട്, ഭരണാധികാരികളോട് നിങ്ങൾ നസീഹത്ത് കാണിക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. എന്താണ് ഒരു മുസ്ലിം ഭരണാധികാരിയോട് കാണിക്കേണ്ട നസീഹത്തുകൾ? വ്യത്യസ്ത ഹദീസുകളിൽ നിന്നും സലഫുകളുടെ ഖൗലുകളിൽ നിന്നും ഒക്കെ കോർത്തിണക്കിക്കൊണ്ട് പണ്ഡിതന്മാർ ചുരുങ്ങിയ രൂപത്തിൽ അത് പറഞ്ഞു തന്നിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടതിൽ പറഞ്ഞതുപോലെ അസ്സംഉ വത്താഅ, അവരെ കേൾക്കുകയും അനുസരിക്കുകയും ചെയ്യുക എന്ന്. ചിലർ കേൾക്കും പക്ഷെ അനുസരിക്കുകയില്ല, ചിലർ കേൾക്കുകയുമില്ല അനുസരിക്കുകയുമില്ല. കേൾക്കുകയും അനുസരിക്കുകയും ചെയ്യണം, മുസ്ലിം ഭരണാധികാരികൾക്ക് ഹക്കമാണ്. അതുപോലെ തന്നെ ദുആഉ ലഹും, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. മുൻഗാമികളിൽപ്പെട്ട ഫുളൈൽ ഇബ്നു ഇയാദ് റഹിമഹുല്ലാഹി പോലെയുള്ള സലഫുകളിൽപ്പെട്ടവർ പറഞ്ഞത് കാണാൻ സാധിക്കും, അള്ളാഹു എങ്ങാനും എനിക്ക് ഉത്തരം നൽകുമെന്ന് പറഞ്ഞൊരു ദുആ നൽകിയിട്ടുണ്ടെങ്കിൽ ഞാൻ ഭരണാധികാരിക്ക് വേണ്ടി ദുആ ചെയ്യുമെന്നാണ്. എന്തുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത്? കാരണം ഭരണാധികാരികൾക്കുള്ള ദുആ അത് മുഴുവൻ ഉമ്മത്തിന് ഉപകരിക്കും. അവർക്ക് അത്രയും ഉമ്മത്തിനോടും ഉള്ള നസീഹത്താണ് കാണിക്കുന്നത്. ഭരണാധികാരി നന്നായാൽ ഉമ്മത്ത് മുഴുവൻ നന്നായി പോകും. അള്ളാഹുവിന്റെ ദീന് നടപ്പാക്കുന്ന, അള്ളാഹുവിന്റെ ദീനിനെതിരായിട്ടുള്ള മുഴുവൻ കാര്യങ്ങളോടും പോരാടുന്ന ഒരു ഭരണാധികാരി മുസ്ലിമീങ്ങൾക്കുണ്ടായാൽ സഹോദരങ്ങൾ, അത് ചരിത്രത്തിൽ സാക്ഷിയായിട്ടുള്ള കാര്യമാണ്. മുസ്ലിം ഉമ്മത്ത് ഏറ്റവും ഇസ്സത്തോടുകൂടി ജീവിച്ച കാലഘട്ടങ്ങൾ അങ്ങനെയുള്ള ഭരണാധികാരികൾ അവർക്കുണ്ടായപ്പോഴാണ്. ഖുലഫാഉർ റാഷിദീങ്ങളുടെ കാലഘട്ടം.
ഉമർ ബിൻ അബ്ദുൽ അസീസിന്റെ കാലഘട്ടം തുടങ്ങി ധാരാളം. എപ്പോഴെല്ലാം മുസ്ലിമീങ്ങളുടെ ഭരണാധികാരികൾ നന്നായിട്ടുണ്ടോ മുസ്ലിമുകൾ ഏറ്റവും ഇസ്സത്തിലാണ് ലോകത്ത് ജീവിച്ചത്. അവരെ തകർക്കാൻ ഒരാൾക്കും സാധിച്ചിട്ടില്ല, ഒരു പടകൾക്കും സാധിച്ചിട്ടില്ല. എപ്പോഴാണോ അതിൽ വിള്ളലുകൾ വന്നത് അപ്പോഴാണ് അതിന് കോട്ടങ്ങൾ സംഭവിച്ചത്. അതാണ് അദ്ദേഹം ഇവിടെ പറഞ്ഞത്. അത് ശരീഅത്തിൽ ധാരാളം നമുക്ക് കാണാം ഖദർ. നമ്മൾ ചിന്തിച്ചു നോക്കും, മുസ്ലിം ഉമ്മത്തിന്റെ ചരിത്രം നോക്കിയാൽ എപ്പോഴാണ് മുസ്ലിം ഉമ്മത്തിന് കാര്യങ്ങൾ സംഭവിച്ചത്? ആ നാട്ടുകാരായ ആളുകൾ ഭരണാധികാരികൾക്കെതിരെ തിരിയും. ഭരണാധികാരികളിൽ കുഴപ്പങ്ങൾ ഉണ്ടാകും. അവർ 100% ദീന് പാലിക്കുന്ന ആളാവുകയില്ല. അപ്പോഴേക്കും അവരിൽ നിന്നുള്ള ബൈഅത്ത് പിൻവലിക്കാൻ പാടില്ല. അവരെ കേൾക്കുകയും അനുസരിക്കുകയും വേണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ധിക്കരിക്കാത്തിടത്തോളം കാര്യം. ലാ തഅത ലി മഖ്ലൂഖിൻ ഫീ മഅസിയത്തിൽ ഖാലിഖ്. ഇത് അടിസ്ഥാനമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസാണ്. അല്ലാഹു തആലയെ ഖാലിഖായ റബ്ബിനെ ധിക്കരിച്ചുകൊണ്ട് മഖ്ലൂഖായ ഒരുവനെ നീ അനുസരിക്കേണ്ടതില്ല എന്നാണ്. ഇത് തന്നെയാണ് ഇന്നും നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഭരണാധികാരി ഒരു ഹറാമായ കാര്യം, ഒരു ഭരണാധികാരി നിന്നോട് കള്ളുകുടിക്കണം എന്ന് പറഞ്ഞാൽ നീ കള്ളുകുടിക്കാൻ പാടില്ല, കള്ളുകുടിക്കാൻ പാടില്ല. പക്ഷേ ഭരണാധികാരി കള്ളു കുടിക്കണമെന്ന് പറഞ്ഞാൽ ഉടനെ അയാൾക്കെതിരെ പോരാടുക എന്നുള്ളത് സഹോദരങ്ങളെ പാടില്ലാത്ത കാര്യമാണ്. മറിച്ച് ഭരണാധികാരികൾക്ക് വേണ്ടി ദുആ ചെയ്യാനാണ് ചെയ്യേണ്ടത്. എപ്പോഴും പ്രാർത്ഥിക്കുക, അവർ നന്നാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുക. സഹോദരങ്ങളെ, നമ്മൾ പറഞ്ഞു വന്നത് മൂന്നാമത്തെ അസ്ലായ ഭരണാധികാരിയെ, മുസ്ലിം ഭരണാധികാരിയെ അദ്ദേഹം തിന്മ കൽപ്പിക്കാത്തിടത്തോളം ആ പറയുന്ന മുഴുവൻ കാര്യങ്ങളിലും കേൾക്കുകയും അനുസരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. തിന്മ കൽപ്പിക്കാത്തിടത്തോളം എന്ന് പറഞ്ഞാൽ ആ തിന്മയിൽ അനുസരണമില്ല, എന്നാൽ അതല്ലാത്ത മുഴുവൻ കാര്യങ്ങളിലും അത് കേൾക്കുകയും അനുസരിക്കുകയും ചെയ്യുക എന്നുള്ള അടിസ്ഥാനത്തിലാണ്. ആ ഭരണാധികാരിയോടുള്ള ഹക്കിൽപ്പെട്ട കാര്യം നമ്മൾ പറഞ്ഞു, അദ്ദുആഉ ലഹും, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. നോക്കൂ, ശരീഅത്തിന്റെ ശരിയായ വിശ്വാസം വിശദീകരിക്കുന്ന, എല്ലാവരും അംഗീകരിക്കുന്ന ഇമാം ബർബഹാരിയുടെ ശർഹ് സുന്നയിൽ അദ്ദേഹം പറഞ്ഞത് കാണാൻ സാധിക്കും. ഇദാ റഅയ്ത അർറജുല യദ്ഉ ലിസ്സുൽത്താൻ, സുൽത്താനിനു വേണ്ടി, ഭരണാധികാരിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയെ നീ കണ്ടാൽ ഫഅലം, നീ മനസ്സിലാക്കിക്കോളൂ, അന്നഹു സാഹിബു സുന്ന, അവൻ സുന്നത്തിന്റെ ആളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തിന്റെയും മാർഗത്തിലുള്ളവനാണ്. വഇദാ റഅയ്തഹു യദ്ഉ അല സുൽത്താൻ, സുൽത്താനിനെതിരെയാണ് ഒരുവൻ പ്രാർത്ഥിക്കുന്നത് കാണുന്നുണ്ട് എങ്കിൽ ഫഅലം അന്നഹു സാഹിബു ബിദ്അ, അവൻ ബിദ്അത്തിന്റെ ആളാണ്. നിസ്സാരമായ കാര്യമല്ല. അതുകൊണ്ട് ഫേസ്ബുക്കിലും അതുപോലെ തന്നെയുള്ള സോഷ്യൽ മീഡിയകളിലും മുസ്ലിമീങ്ങളായ ഭരണാധികാരികളെ വിമർശിക്കുക എന്ന് മാത്രമല്ല, അവർക്ക് ലഅനത്ത് ചൊല്ലുന്ന ആളുകൾ കാണാൻ സാധിക്കും. മനസ്സിലാക്കിക്കൊള്ളുക, ബിദ്അത്തിന്റെ ആളുകളാണവർ, ബിദ്അത്തിന്റെ ആളുകളാണവർ. യഥാർത്ഥത്തിൽ അഹ്ലുസുന്നത്തിന്റെ ആളുകൾ, അവർ ഭരണാധികാരി എത്ര ദുഷിച്ചാലും അവരുടെ ആ ഒരു ദുഷിപ്പില്ലാതാകാൻ വേണ്ടി അല്ലാഹു തആലയോട് പ്രാർത്ഥിക്കുന്നവരായിരിക്കും. ഒരിക്കലും അവരെ വെറുക്കുന്ന, ഒരിക്കലും അവർക്കെതിരെ ശാപവാക്കുകൾ പറയുന്ന, അവർ താഗൂത്തുകളാണ്, കാഫിറുകളാണ് എന്ന് പറയുന്ന ആളുകളാവുകയില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, കാര്യം ഗൗരവമുള്ള കാര്യമാണ്. നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജത്തുൽ വദാഇൽ അവസാനത്തെ അവിടുത്തെ ഹജ്ജാണ്. അവിടുന്ന് മസ്ജിദുൽ ഖൈഫിൽ, മിനയിലുള്ള മസ്ജിദുൽ ഖൈഫിൽ വെച്ച് അവിടുന്ന് ഖുതുബ നടത്തിയിട്ടുണ്ട്. ആ ഖുതുബയിൽ അവിടുന്ന് പറഞ്ഞത് കാണാം, സലാസുൻ ലാ യുഗല്ലു അലൈഹിൻ ഖൽബു മുസ്ലിമിൻ, 3 കാര്യങ്ങൾ ഒരു മുസ്ലിമിന്റെ ഹൃദയത്തെ വെറുപ്പുള്ളതാക്കി കളയുകയില്ല. അത് അവനുണ്ടോ, ഈ 3 കാര്യങ്ങൾ, ഈ പറയാൻ പോകുന്ന 3 കാര്യങ്ങളുണ്ടോ, സത്യം സ്വീകരിക്കുന്നവരായി അവനെ നിന്നെ കാണാൻ സാധിക്കും. മറ്റുള്ളവരുടെ വെറുപ്പും ദേഷ്യവും ഒളിപ്പിച്ചിട്ടുള്ള ഹൃദയം അവനിൽ ഉണ്ടാവുകയില്ല. ഏതാണ് ആ 3 കാര്യം? ഈ പറഞ്ഞ 3 അടിസ്ഥാനങ്ങളാണ്. ഇഖ്ലാസുൽ അമൽ ലില്ലാഹ്, ഇബാദത്തുകൾ മുഴുവനും അള്ളാഹുവിനുള്ള ഇഖ്ലാസോടുകൂടി നീ അമലുകൾ ചെയ്യുക. വലുസൂമി ജമാഅത്തിൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങളുടെ ജമാഅത്തിനോടൊപ്പം ഒരുമിച്ചുണ്ടാവുക, ഐക്യപ്പെട്ടിരിക്കുക. വമുനാസഹതു മൻ വല്ലാഹുല്ലാഹു അംറഹും, അവന്റെ കാര്യം ഏൽപ്പിക്കപ്പെട്ട ഭരണാധികാരിയോട് നസീഹത്ത് ഉണ്ടാവുക, ഗുണകാംക്ഷ ഉണ്ടാവുക എന്ന കാര്യമാണ്. 20-ലധികം സഹാബികൾ ഉദ്ധരിച്ചിട്ടുള്ള ഹദീസാണിത്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിരവധി ഹദീസിലൂടെ പറഞ്ഞിട്ടുള്ള കാര്യമാണ് മുസ്ലിം ഭരണാധികാരിയെ കേൾക്കുകയും അനുസരിക്കുകയും ചെയ്യുക എന്നുള്ളത്. ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹിമഹുള്ളാഹ് അൽ മസായിലുൽ ജാഹിലിയ, ജാഹിലിയത്തിലുള്ള പല കാര്യങ്ങളും ഇന്നും ഈ ഉമ്മത്തിൽ നിലനിൽക്കുന്നുണ്ട് എന്ന് ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി 100-ലധികം കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു ഗ്രന്ഥം കൂടിയുണ്ട്. അതിൽ ആദ്യത്തെ 3 കാര്യങ്ങൾ അദ്ദേഹം എടുത്തു പറഞ്ഞത് നമ്മൾ ഇപ്പോൾ പഠിച്ച 3 അസ്ലിനെതിരായിട്ടുള്ള കാര്യമാണ്. ഒന്നാമത്തെ കാര്യം അശ്ശിർക്ക്, ഇഖ്ലാസിനെതിരായിട്ടുള്ള ജാഹിലിയത്തിൽ ഉണ്ടായിരുന്ന മുസ്ലിം ഉമ്മത്തിൽ വന്ന കാര്യം അശ്ശിർക്ക്. രണ്ടാമത് പറഞ്ഞ തഫറുഖാണ്, ഭിന്നിപ്പുണ്ടാക്കുക. ജാഹിലിയത്തിലാണ് പരസ്പരം ഇങ്ങനെ പോരടിച്ച് ഭിന്നിപ്പുകളുമായി എന്നും അങ്ങോട്ടും ഇങ്ങോട്ടും അനൈക്യത്തോടുകൂടി കഴിയുക എന്നുള്ളത് ജാഹിലിയത്തിൽ ഉണ്ടായിരുന്നതാണ്. അതിൽ അഭിമാനം അവർ കൊണ്ടിരുന്നു. അതാണ് ഇന്നും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. മൂന്നാമത്തെ കാര്യമായി അദമുസ്സംഇ വത്താഅ, കേൾക്കുകയും അനുസരിക്കുകയും ചെയ്യാതിരിക്കുക എന്ന കാര്യം. ഇത് 3ഉം അദ്ദേഹം ജാഹിലിയത്തിന്റെ സ്വഭാവമായിട്ടുള്ളത് എടുത്തു കൊടുത്തത് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഈ 3 കാര്യങ്ങളിലും
ഒരുവന്റെ ഹൃദയത്തിലുണ്ടെങ്കിൽ അവന്റെ ഹൃദയം വിശാലമായിരിക്കും. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ സാഫിയായ നല്ല ശുദ്ധമായ ഖൽബ് അവനിൽ ഉണ്ടാകണമെങ്കിൽ ഈ 3 കാര്യത്തിലും അവൻ കൃത്യമായി വിശ്വസിച്ചിരിക്കണമെന്നാണ്. പിന്നീട് അദ്ദേഹം പറഞ്ഞു, ഇന്ന ഹാദാ ബുയ്യന ശർഅൻ വഖദ്റ. ഈ കാര്യം ശർഇൽ അല്ലാഹു തആല വിശദീകരിച്ചത് നമ്മൾ കേട്ടു. അതുപോലെ തന്നെ ഇത് ഖദറിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതായത് നമ്മൾ ഒന്ന് ചുറ്റും ഇസ്ലാമിക രാജ്യങ്ങൾ നമുക്ക് നോക്കിയാൽ ഈ അസ്ല് പാലിക്കാത്തത് കൊണ്ട് എന്തുമാത്രം ദുരന്തമാണ് മുസ്ലിമീങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടുള്ളത് എന്ന് കാണാൻ സാധിക്കും. പല രാജ്യങ്ങളിലും, ഈജിപ്തിലാകട്ടെ, സിറിയയിലാകട്ടെ, ലബനാനിലാകട്ടെ, പല രാജ്യങ്ങളിലും സഹോദരങ്ങളെ, ഇറാഖിലാകട്ടെ, മുസ്ലിം ഭരണാധികാരികൾ വ്യക്തമായ കാഫിറാണെന്ന് പറയാൻ സാധിക്കാത്തതായ ഭരണാധികാരി, അവർ പല തിന്മകളുണ്ടാകും. ആളുകൾക്ക് മനസ്സിലായിട്ടില്ല. ആളുകൾ വിചാരിക്കുന്ന ആൾ തിന്മകൾ ചെയ്താൽ, അവിടെ പരീക്ഷ ഉണ്ടായാൽ, ഇനി ഭരണാധികാരി കള്ളുകുടിക്കുന്നത് കണ്ടാൽ, അല്ലെങ്കിൽ ഭരണാധികാരി വ്യഭിചരിക്കുന്ന ആൾ അപ്പോൾ തീർന്നു എന്നാണ്. പിന്നീട് അവന് നേരെ ലഅനത്തിനും അവന് നേരെ എല്ലാ രൂപത്തിലുള്ള ശാപപ്രാർത്ഥനകളും നടത്താം എന്നാണ് ആൾ വിചാരിക്കുന്നത്. അല്ല, ഭരണാധികാരി ലാലിമായാൽ പോലും, അക്രമിയായാൽ പോലും, നിന്റെ സ്വത്ത് അപഹരിക്കുകയും നിന്നെ തന്നെ ആക്രമിക്കുകയും ചെയ്യുന്നവനായാൽ പോലും പറഞ്ഞ കാര്യമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അസ്സംഉ വത്താഅ. അനുസരണം വേണം. ഭരണാധികാരി പറഞ്ഞാൽ അനുസരണം. കാരണം ഇത് ബുദ്ധി കൊണ്ട് ചിന്തിച്ചാലും ഒരുപാട് മസ്ലഹത്തുള്ള കാര്യമാണ്. ഒരു ഭരണാധികാരി മുസ്ലിമീങ്ങൾക്കുണ്ട് എങ്കിൽ അയാൾ എത്ര വലിയ ലാലിമായാലും അവിടെ മുസ്ലിമീങ്ങൾക്ക് ഖൈറുണ്ടാകും എന്നുള്ളത് അനുഭവത്തിൽ തന്നെ കാണാൻ സാധിക്കുന്നു. എന്നാൽ ആ ഭരണാധികാരി തീർന്നു കഴിഞ്ഞാൽ, ഇല്ലാതായി കഴിഞ്ഞാൽ, പിന്നീട് പല കാഫിറുകളായ ആളുകൾ അവരവിടെ ആധിപത്യം സ്ഥാപിക്കുകയും മുസ്ലിമീങ്ങളെ ഒന്നാകെ അവരുടെ ദീനും ദുനിയാവും നശിപ്പിക്കുന്ന അവസ്ഥയും ഉണ്ടാക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഈ കാഫിറുകളായ ആളുകൾ എപ്പോഴും അവർ ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കുന്ന കാര്യമാണ്. വളരെ സമാധാനത്തിലും ശാന്തതയിലും പോകുന്ന മുസ്ലിമീങ്ങളുടെ രാജ്യങ്ങളിൽ ഭിന്നിപ്പുണ്ടാക്കാനുള്ള ശ്രമം അവർ നടത്തിക്കൊണ്ടേയിരിക്കുകയാണ്. എങ്ങനെയാണ് ഈ രാജ്യങ്ങളൊക്കെ ഇത്രയും സുരക്ഷിതമായി ആളുകളൊക്കെ സമാധാനത്തോടുകൂടി ജീവിക്കുന്നു? ഇതെങ്ങനെയെങ്കിലുമൊക്കെ ഇതിൽ വിള്ളലുണ്ടാക്കണം. അതിനു വേണ്ടിയിട്ട് അവർ പരിശ്രമങ്ങൾ ഉണ്ടാക്കുന്നു. ഭരണാധികാരികളെ കുറിച്ചിട്ട് അവർ തന്നെ പല ഇല്ലാക്കഥകളും പടച്ചുവിടുന്നുണ്ട്. ഇന്ന ഭരണാധികാരി, അയാൾ സിയോണിസ്റ്റ് ഏജന്റാ, അയാൾ ഇങ്ങനെ ബന്ധമുള്ളതാണ്. ഏതെങ്കിലും ജൂതന്മാരോ ജൂതരാഷ്ട്രത്തിന്റെ ആളോ മറ്റ് മുശ്രിക്കുകളുടെ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളോ വന്ന് ഇവരൊന്ന് കൈപിടിച്ചത് കണ്ടാൽ അത് ഫോട്ടോ എടുത്ത് പ്രചരിപ്പിക്കും. മുസ്ലിമീങ്ങൾക്ക് എങ്ങനെ ഈ ഭരണാധികാരിയെ വെറുപ്പിക്കാൻ സാധിക്കും? അതിനുവേണ്ടി എല്ലാ വിധേന മാർഗങ്ങൾ സ്വീകരിക്കുന്ന ആളുകളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ലോകരാജ്യത്തുള്ള ഒരു പത്രമാണ് അൽ ജസീറ എന്ന് പറയുന്നത്. പലർക്കും ആ പത്രത്തിന്റെ ദൂഷ്യതയെക്കുറിച്ച് അറിയുകയില്ല. മുസ്ലിം ഭരണാധികാരികളെ കുറിച്ച് ഏറ്റവും മോശമായി ആളുകളെ ചിന്തിപ്പിക്കാൻ ഈ പത്രം അകമയിന്ന് പ്രവർത്തിക്കുന്നു. ഖത്തറിലാണ് ഈ പത്രത്തിന്റെ പ്രവർത്തനമുള്ളത്. നമ്മുടെ നാട്ടിലുള്ള പല പത്രങ്ങളും പല മാസികകളും ലേഖനങ്ങളും, മാധ്യമം പോലെയുള്ള ലേഖനങ്ങളൊക്കെ മുസ്ലിം ഭരണാധികാരികളെ എങ്ങനെ മോശമാക്കി ചിത്രീകരിക്കാം എന്നതിനു വേണ്ടി മത്സരിച്ചുകൊണ്ടിരിക്കുന്ന പത്രങ്ങളും ലേഖനങ്ങളും. അവരുടെ ലക്ഷ്യവും ആദർശവും അങ്ങനെ തന്നെയാണ്. ആ ആദർശം അവർ പൂർത്തീകരിക്കുന്നു അവരുടെ എഴുത്തുകളിലൂടെയും സംസാരത്തിലൂടെയും. ഇവരുടെ ഒരു നേതാവ്, ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരു നേതാവ്, അറിയപ്പെട്ട നേതാവാണ്. അദ്ദേഹത്തിനോട് ഒരാൾ സൗദി അറേബ്യയിൽ പഠിക്കാൻ വേണ്ടി പോകണം എന്ന ആഗ്രഹം പ്രകടിപ്പിച്ചു. അതിനുവേണ്ടിയുള്ള കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഇദ്ദേഹത്തിന് ഈ കുട്ടിയുടെ വാപ്പ ജമാഅത്ത് ഇസ്ലാമിക്കാരനാണ്. അതിൽ നിന്നും തടയിടാൻ വേണ്ടി ഈ വലിയ അമീറിന്റെ അടുക്കലേക്ക് കൊണ്ടുപോയി. ഇദ്ദേഹം പറഞ്ഞ വാക്ക്, സൗദിയെക്കാളും വലിയൊരു താഗൂത്ത് ലോകത്തില്ല എന്നാണ്. അതാണ് ഏറ്റവും വലിയ താഗൂത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുശ്രിക്കുകളായ കാഫിറുകളായ ആളുകളെ കുറിച്ചിട്ടാണ് പറയുന്നത്. അങ്ങനെയുള്ള ഒരു താഗൂത്ത് ലോകത്തില്ല. ഇതാണ് ഇവരുടെ ഉള്ളിലുള്ള വിശ്വാസം. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, ഈ വിശ്വാസം വെച്ച് പുലർത്തുന്നവൻ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ വിശ്വാസമുള്ളവനല്ല. അഹ്ലുസുന്നത്തി വൽ ജമാഅ കുഫ്റുൻ ബവാഹ്, വ്യക്തമായ കുഫ്ർ കാണാത്തിടത്തോളം കാലം അവർക്ക് താഴത്തുണ്ട്. എങ്ങനെയാണ് വ്യക്തമായ കുഫ്ർ കണ്ടാൽ ഉടനെ അവർക്കെതിരെ തിരിയുക എന്നുള്ളതാണോ? ഒരിക്കലും അങ്ങനെയല്ല. പണ്ഡിതന്മാരത് വിശദീകരിച്ചിട്ടുണ്ട്. അവർ കാഫിറുകളാണെങ്കിൽ പോലും അങ്ങനെ കാഫിറായി വ്യക്തമായ കാഫിർ, സംശയമുള്ള അഭിപ്രായ വ്യത്യാസമുള്ള വല്ല വിഷയത്തിലും സംഭവിക്കുന്നതല്ല. കുഫറാകുമോ ഇല്ലേ, വ്യക്തമായ കാഫിർ. കാരണം ഇഷ്കാലുണ്ടാകാൻ പാടില്ല. ഇനി അദ്ദേഹത്തിനെതിരെ പോരാടണമെങ്കിൽ ഖുദ്റത്തുള്ള ഒരു സമുദായം, വേറൊരു വിഭാഗം മുസ്ലിമീങ്ങൾക്കുണ്ടാകണം. ഇനി ആ ഖുദ്റത്ത് ഉണ്ടെങ്കിൽ പോലും അദ്ദേഹത്തെ കീഴ്പ്പെടുത്തി ആ ഭരണം പിടിക്കണമെങ്കിൽ അതിനേക്കാളും വലിയൊരു ഫസാദ് അവിടെ ഉണ്ടാകുമെന്ന് ഭയപ്പെടാൻ പാടില്ല. അദ്ദേഹത്തെ കീഴ്പ്പെടുത്തി കൃത്യമായി നല്ലൊരു ഭരണം കൊണ്ടുവരാൻ സാധിക്കും എന്ന ഘട്ടത്തിൽ മാത്രമാണ് അവർക്കെതിരെ പുറപ്പെടാൻ പോലും അനുവാദമുള്ളൂ എന്നുള്ളതാണ്. അതുകൊണ്ട് ഇത് കൃത്യമായി സഹോദരങ്ങളെ മനസ്സിലാക്കേണ്ടതുണ്ട്. പക്ഷെ ഇന്ന് കാര്യങ്ങൾ ഇദ്ദേഹം പറഞ്ഞതുപോലെ കാര്യങ്ങൾ നേർ വിപരീതമാവുകയാണ്. ഭരണാധികാരികൾക്കെതിരെ സംസാരിക്കുന്നവൻ വലിയ ധീരനായിട്ടാണ് ആളുകൾ അവതരിപ്പിക്കപ്പെടുന്നത്. ഭരണാധികാരികൾക്കെതിരെ സംസാരിക്കുന്നവൻ നന്മ കൽപ്പിക്കുന്നവൻ തിന്മ വിരോധിക്കുന്നവനുമായി അവതരിക്കപ്പെടുകയാണ്. ഭരണാധികാരികൾക്കെതിരെ സംസാരിക്കാൻ പാടില്ല, അത് ശരീഅത്തിനെതിരാണ്, ഒരുപാട് ഹദീസുകൾക്കെതിരാണ്, അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ വിശ്വാസത്തിനെതിരാണെന്ന് പറഞ്ഞാൽ അവർ കൊട്ടാരം പണ്ഡിതന്മാരാണ്.
ആ രാജാവിന്റെ കൊട്ടാരത്തിൽ നിന്നും എന്തെങ്കിലുമൊക്കെ അച്ചാരം അത് കൈപ്പറ്റുന്ന പണ്ഡിതന്മാരാണെന്ന് പറഞ്ഞ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ മഹാന്മാരായ നിഷ്കളങ്കരമായ പണ്ഡിതന്മാരെ മോശമാക്കുന്ന ആളുകളെയും നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, ഈ അസ്ൽ വെച്ച് പുലർത്തുന്ന എല്ലാ മൗലവിമാരും, ഈ അസ്ൽ വെച്ച് പുലർത്തുന്ന ഏത് വലിയ ദക്തൂറുകളാണെങ്കിലും ഇതെല്ലാം അഹ്ലുൽ ബിദ്അത്തിൽപ്പെട്ട അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅയല്ല. ഭരണാധികാരികൾ അനുസരിക്കേണ്ട ആവശ്യമില്ല, അവർക്ക് താഅത്തുമില്ല എന്നാണ് ഒരാൾ വിശ്വസിക്കുന്നത് എങ്കിൽ അവൻ പറഞ്ഞാലും ശരി ഇല്ലെങ്കിലും ശരി അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅത്തിന്റെ വിശ്വാസത്തിൽ നിന്നും അവൻ പുറത്തുപോയി. പക്ഷേ ഇദ്ദേഹം പറഞ്ഞതുപോലെ കാര്യം ഇതാണ് ഇദ്ദേഹം തുടക്കത്തിൽ പറഞ്ഞത്. ഇത് ആളുകൾക്ക് പലപ്പോഴും മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല, ഭൂരിഭാഗം ആളുകളും. കാരണം ഈ ആളുകൾ ഇവരുടെ മീഡിയയും ഇവരുടെ സകല കാര്യങ്ങളും ഉപയോഗിച്ചുകൊണ്ട് ജനങ്ങൾക്ക് മുഴുവൻ അധികം ആളുകൾക്കും ഇത് പറഞ്ഞാൽ ഇതൊരു വലിയ ഗറാബത്തായിട്ടാണ്, എന്തോ ഒരു അന്യമായ കാര്യമായിട്ടാണ് അവർ മനസ്സിലാക്കുന്നത്. ഭരണാധികാരികളൊക്കെ ചീത്ത പറയാം എന്നതാണ് പല സാധാരണക്കാരും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അവർ തെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് അനുവാദമുണ്ട് എന്ന് രൂപത്തിൽ സംസാരിക്കുന്നത് കാണാൻ സാധിക്കും. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ അസ്ൽ നന്നായി മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദീൻ കൃത്യമായി മനസ്സിലാക്കാനും അതനുസരിച്ച് മുന്നോട്ട് പോകാനും നമുക്ക് ഓരോരുത്തർക്കും തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ബാക്കിയുള്ള 3 അസ്ലുകൾ ഉച്ചക്ക് ഭക്ഷണത്തിന് ശേഷം വിശദീകരിക്കാം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. വഹാദാ വല്ലാഹു തആല അഅലം വസല്ലല്ലാഹു അലാ നബീനാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.